യോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലെ MCQs ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ AM FM അതുപോലുള്ള ടോപ്പിക്സുകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ അത് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. കൂടുതലും നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയയാണ് AM FM, അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ആ പോർഷൻസ് ഒക്കെ. പിന്നെ ഇതിൽ പിന്നീട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻറ്റിന, അതേപോലെ തന്നെ വേവ് പ്രൊപ്പഗേഷൻ ആൻറ്റിനയും ഒക്കെ കണക്ട് ചെയ്തിട്ട് ഒക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ TV ആൻറ്റിന കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പിന്നെ നമ്മുടെ പോളി ലെക്ചറിനൊക്കെ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസും കൂടെ അത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാവാം, അതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് TVയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ലൈൻ ഫ്രീക്വൻസി ഓഫ് TV സിസ്റ്റം ഇൻ ഇന്ത്യ. സോ ഈ TV ഡിസ്കസ് ചെയ്യുമ്പോൾ TVയുടെ പോർഷനിൽ നിങ്ങൾക്ക് അറിയാം കുറേ ഫ്രീക്വൻസികളും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. എത്ര ലൈൻ, അതിൻ്റെ ഫ്രെയിമുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഫ്രീക്വൻസികൾ, ഇതെല്ലാം പഠിച്ചു വെക്കണം. സോ ദ ലൈൻ ഫ്രീക്വൻസി ഓഫ് TV സിസ്റ്റം 50 Hz, 625 Hz, 15625 Hz, 15750 Hz. അപ്പോൾ ഈ 625 ഒക്കെ കാണുമ്പോൾ അത് നമുക്ക് ചില ഫ്രീക്വൻസി വാല്യൂസിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷൻസ് ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലൈൻ ഫ്രീക്വൻസി ആണ്. സോ അതിൻ്റെ ആൻസർ 15625 Hz ആണ്. സോ വളരെ ശ്രദ്ധിച്ച് വേണം ഇതിൻ്റെ ആൻസേഴ്സ് സെറ്റ് ചെയ്യാൻ. സോ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ലൈൻ ഫ്രീക്വൻസി ഓഫ് TV സിസ്റ്റം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 15625 Hz ആണ് ആൻസർ. Then അടുത്തത് ഇൻ ഇന്ത്യൻ TV സിസ്റ്റം ദ നമ്പർ ഓഫ് ലൈൻസ് പെർ ഫീൽഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ വീണ്ടും ഓപ്ഷൻസിൽ 525, 625 അങ്ങനെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറേ വാല്യൂസ് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ലൈൻസ് പെർ ഫീൽഡ് ആണ്. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇന്ത്യൻ TV സിസ്റ്റത്തിൽ നമ്പർ ഓഫ് ലൈൻസ് പെർ ഫീൽഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഈ 625ന്റെ നേരെ പകുതിയാണ്, അതായത് 312 ഹാഫ്. അതാണ് ആൻസർ. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് TV സിസ്റ്റത്തിൽ, ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. TV സിസ്റ്റത്തിൽ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. TV സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പിക്ചറിനെ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, സൗണ്ടിനെ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇവിടെ കുറച്ചും കൂടെ ഒരു മോഡിഫൈഡ് രീതിയിലാണ് ഓപ്ഷൻസ് തന്നേക്കുന്നത്. പിക്ചർ AM, സൗണ്ട് FM, പിക്ചർ FM, സൗണ്ട് AM, ഇങ്ങനെയാണ്. പിക്ചർ ആൻഡ് സൗണ്ട് ആർ AM, പിക്ചർ ആൻഡ് സൗണ്ട് ആർ FM. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. നമ്മൾ VSB പഠിച്ചിട്ടുണ്ട്. ശരിക്കും VSB ആണ് അത് യൂസ് ചെയ്യുന്നത്, സൗണ്ട് FM ആയിട്ടാണ്. AM-ന്റെ ഒരു ഫോമാണ് VSB, വെസ്റ്റീജിയൻ സൈഡ് ബാൻഡ് മോഡുലേഷൻ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. പിക്ചർ AM ആയിട്ടും നമ്മുടെ സൗണ്ട് FM ആയിട്ടും. അപ്പോൾ അത് VSB എന്ന് കണ്ടു കഴിഞ്ഞാൽ അതാണ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ, വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് മോഡുലേഷൻ. അപ്പോൾ നമുക്കറിയാമല്ലോ അതിനകത്തൊരു പോർഷൻ ഓഫ് സൈഡ് ബാൻഡ്സോട് വെച്ചിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ അതാണ് കറക്റ്റ് ആൻസർ. സോ ഇവിടെ ഓപ്ഷൻ A ആണ്. നമുക്ക് AM എന്ന് നമുക്ക് പറയാം. AM ഈസ് എ ഫോം ഓഫ്, അല്ലേ, VSB ഈസ് എ ഫോം ഓഫ് AM ആണ്. സോ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് the TV screen width is greater than the screen height. എൻ്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. TVയുടെ സ്ക്രീൻ വിഡ്ത്ത് സ്ക്രീൻ ഹൈറ്റിനെ കാട്ടി കൂടുതലാണ്. അതിൻ്റെ റീസൺ എന്താണ്? ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ carries more details than vertical ഡിഫ്ലക്ഷൻ. ഹൊറിസോണ്ടൽ പ്ലേറ്റുകൾ, ഡിഫ്ലക്ഷൻ പ്ലേറ്റുകൾ ഉണ്ടല്ലോ. സോ horizontal deflection frequency is lower, horizontal deflection frequency is higher, picture motion is in horizontal direction. സോ അതിൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ്. പിക്ചർ മോഷൻ ഈസ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ശരിക്കും നമ്മൾ ഈ CRO ഒക്കെ CRT ഒക്കെ പഠിക്കുന്നില്ലേ, അതിനകത്ത് പോലെ റിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ആൻഡ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ ഇവിടെ പിക്ചർ മോഷൻ ഈസ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. സോ
the TV screen width is greater than the screen height. So option D ആണ് correct answer. അപ്പോൾ വീണ്ടും ഒരു ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. ലൈൻ ഫ്രീക്വൻസി ചോദിച്ച പോലെ ഫ്രെയിം ഫ്രീക്വൻസി എത്രയാണ്? ഫ്രെയിം ഫ്രീക്വൻസി ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ടി വി സിസ്റ്റം ദ ഫ്രെയിം ഫ്രീക്വൻസി ഈസ്, ഇതിന്റെ ആൻസർ 100 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ 100. അപ്പോൾ ഫ്രെയിം ഫ്രീക്വൻസി 100. Then in TV receiver, contrast is controlled by എന്ത് പാരാമീറ്റർ ആണ്? വേരിയബിൾ റെസിസ്റ്റൻസ് ആണോ, വേരിയബിൾ കപ്പാസിറ്റർ ആണോ, വേരിയബിൾ കോയിൽ അല്ലെങ്കിൽ ഇൻഡക്ടർ ആണോ, നൺ ഓഫ് ദി അബവ്. സോ എന്ത് വെച്ചിട്ടാണ് കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ശരിക്കും നമ്മൾ ഈ ഒരു പാരാമീറ്റേഴ്സും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്ത് നമ്മുടെ കമ്പോണന്റ്, ഇപ്പൊ നമുക്ക് വേരിയബിൾ കമ്പോണൻസ് ആണല്ലോ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ എന്നൊക്കെ പറയുന്നത്. അതിൽ വെച്ചിട്ട് ഏത് കമ്പോണന്റ് വെച്ചിട്ടാണ് ഇത് കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ വേരിയബിൾ റെസിസ്റ്റൻസ് ആണ് കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ എ വേരിയബിൾ റെസിസ്റ്റൻസ്. Then അടുത്തത് which voltage are not found in the output of normal monochrome receiver video detector? സോ അതിന്റെ ആൻസർ സ്വീപ്പ് ആണ്. സിങ്ക്, വീഡിയോ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്വീപ്പ് ആണ്. വോൾട്ടേജ് ദാറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് എ നോർമൽ മോണോക്രോം റിസീവർ വീഡിയോ ഡിറ്റക്ടർ. അത് നമ്മുടെ സ്വീപ്പ് ആണ്. നമുക്ക് വേവ് ഫോംസിന്റെ ആ ഒരു നേച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. then അടുത്തത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇക്വലൈസിങ് പൾസസ് ഇൻ ടി വി ആർ സെൻഡ് ഡ്യൂറിങ്. സോ ബ്ലാങ്കിങ് പൾസസും കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. സോ ഹൊറിസോണ്ടൽ ബ്ലാങ്കിങ്, വെർട്ടിക്കൽ ബ്ലാങ്കിങ്, സെറേഷൻസ്, ഹൊറിസോണ്ടൽ റീട്രേസ് ആണ് ചോദ്യം. ഇക്വലൈസിങ് പൾസസ് ഇൻ ടി വി ആർ സെൻഡ് ഡ്യൂറിങ് വെർട്ടിക്കൽ ബ്ലാങ്കിങ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇക്വലൈസിങ് പൾസ് സെൻഡ് ചെയ്യുന്നത് വെർട്ടിക്കൽ ബ്ലാങ്കിങ്ങിലാണ്. Then next, the video voltage applied to the picture tube of a television receiver is fed in between grid and ground to the yoke to the anode between grid and cathode. അപ്പോൾ ആ ഒരു പിക്ചർ ട്യൂബിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. സോ വീഡിയോ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് എന്തിന് ഇടയ്ക്കാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നതാണ് ആ ചോദ്യം. സോ അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബിറ്റ്വീൻ ദ ഗ്രിഡ് ആൻഡ് കാഥോഡ്. ഓപ്ഷൻ ഡി ആണ്. വീഡിയോ വോൾട്ടേജ് ഇസ് അപ്ലൈഡ് ടു ദ പിക്ചർ ട്യൂബ് ഓഫ് ദ ടെലിവിഷൻ റിസീവർ ബിറ്റ്വീൻ ഗ്രിഡ് ആൻഡ് കാഥോഡ്. നെക്സ്റ്റ്, ദ സർക്യൂട്ട് ദാറ്റ് സെപ്പറേറ്റ്സ് സിങ്ക് പൾസസ് ഫ്രം കോമ്പോസിറ്റ് വീഡിയോ ഫോം. കോമ്പോസിറ്റ് വീഡിയോ വേവ് ഫോം, സിങ്ക് പൾസസ്, the circuit that separating sync pulses from composite video form. അത് ഒരു ക്ലിപ്പർ ആണ്, ഒരു ക്ലിപ്പർ സർക്യൂട്ട് ആണ്. ക്ലിപ്പർ സർക്യൂട്ട് is the circuit that separates sync pulses from composite video form. So option A ആണ് correct answer. Next, what is the duration of one scanning ലൈൻ ഇൻ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ? ഇപ്പൊ നിങ്ങൾ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ അതുപോലെ തന്നെ സ്കാനിങ്, ഇന്റർലേസ്ഡ് സ്കാനിങ് കാര്യങ്ങൾ പഠിക്കുന്നത്, അത് ആ പോർഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും നമ്മൾ ടി വി പഠിക്കുമ്പോൾ ഇന്റർലേസ്ഡ് സ്കാനിങ് ഒക്കെ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ ഡ്യൂറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വൺ സ്കാനിങ് ലൈൻ ഇൻ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ. സോ അത് 64 മൈക്രോ സെക്കൻഡ് ആണ്. അറിയാവുന്ന കാര്യമാണത്. ഓപ്ഷൻ ഡി ആണ്. ഡ്യൂറേഷൻ ഓഫ് വൺ സ്കാനിങ് ലൈൻ ഈസ് 64 മൈക്രോ സെക്കൻഡ്. Then what is advantage of interlaced scanning? നേരത്തെ പറഞ്ഞു സ്കാനിങ്ങിനകത്ത് ഇന്റർലേസ്ഡ് സ്കാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? സോ അതിന്റെ അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. What is the advantage of interlaced scanning? So double vertical resolution, reduces flicker without increasing bandwidth, simplifies the display circuitry, enhances color saturation. Option B ആണ് correct answer. It reduces flicker without increasing bandwidth. So option B ആണ് correct answer. Next,
How many cycles does the color burst consist of in a composite video? So ഒരു കോമ്പോസിറ്റ് വീഡിയോസിൽ എത്ര സൈക്കിൾസ് കളർ ബേസ്റ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തേക്കുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 8 to 10 സൈക്കിൾസ് ആണ് കളർ ബേസ്റ്റിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. Then what is the term for difference between black level and blanking level? What is the difference between black level and blanking level? അതാണ് ചോദ്യം. ഡിഫറൻസ് ബിറ്റ്വീൻ അതാണ് ചോദിച്ചത്. ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലാക്ക് ലെവൽ ആൻഡ് ബ്ലാങ്കിങ് ലെവൽ, അതിനെ നമ്മൾ പെഡസ്റ്റൽ എന്നാണ് വിളിക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, പെഡസ്റ്റൽ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലാക്ക് ലെവൽ ആൻഡ് ബ്ലാങ്കിങ്. പെഡസ്റ്റൽ ഹൈറ്റ് ഉണ്ട്, അതല്ല പെഡസ്റ്റൽ ആണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലാക്ക് ലെവൽ ആൻഡ് ബ്ലാങ്കിങ് ലെവൽ. നെക്സ്റ്റ്, ഹൗ മെനി ഇന്റർലേസ്ഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എത്ര ഇന്റർലേസ്ഡ് ലൈൻസ് വേണം ഒരു NDSC സിസ്റ്റം? പാൽ NTSC സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ സിലബസിൽ പറയുന്നുള്ളതാണ്. അപ്പോൾ അതിൽ എത്ര ഇന്റർലേസ്ഡ് ലൈൻസ് വേണം NDSC സിസ്റ്റത്തിൽ? അതാണ് ചോദ്യം. അത് 525 ആണ്. 525 ലൈൻസ് ആണ് വേണ്ടത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് NTSC സിസ്റ്റം? അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ്. സോ ഇറ്റ് യൂസസ് 625 ലൈൻസ്, യൂസസ് FM for prominent signal, employs 525 lines and 60 fields per second. സോ അത് നമ്മളിപ്പം പറഞ്ഞതാണ് അല്ലേ, 525 ലൈൻസ് വേണം, അതുപോലെ തന്നെ 60 ഫീൽഡ്സ് പെർ സെക്കൻഡും കൂടെ വേണം. അത് രണ്ട് ട്രൂ ആണ്. ഓപ്ഷൻ സി ആണ് ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള, അത് NTSC റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 625 ലൈൻസും വേണം, അതുപോലെ തന്നെ 60 ഫീൽഡ്സ് പെർ സെക്കൻഡ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ടിപ്പിക്കൽ ആസ്പെക്ട് റേഷ്യോ യൂസ്ഡ് ഇൻ സ്റ്റാൻഡേർഡ് TV. അതാണ് ചോദ്യം. ടിപ്പിക്കൽ ആസ്പെക്ട് റേഷ്യോ അതൊക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കാം. അപ്പോൾ 16:9 ആണോ, 4:3 ആണോ, 1:1 2:1 എന്തായാലും വരില്ല. എനിക്ക് സംശയം 16:9 4:3 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 4:3 ആണ് ആസ്പെക്ട് റേഷ്യോ ഇൻ ടിപ്പിക്കൽ TV സ്റ്റാൻഡേർഡ്സ്. സോ ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് 4:3. Then what is another name for black and white TV? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയുടെ മറ്റൊരു പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ മോണോക്രോം ടെലിവിഷൻ എന്നാണ് പറയുന്നത്. സോ അനദർ നെയിം ഫോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV is monochrome TV. Then TV broadcasting in India typically uses ഏത് ഫ്രീക്വൻസി ബാൻഡ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഫോർ TV broadcasting? UHF ആണോ, മൈക്രോവേവ് ബാൻഡ്സ് ആണോ, VHF ആണോ, ഓൾ ഓഫ് ദി അബോവ് ആണോ? അപ്പോൾ ഇതില് കറക്റ്റ് ആൻസർ, നമ്മൾ എപ്പോഴും ഫ്രീക്വൻസിയുടെ ബാൻഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ വേവ് പ്രൊപ്പഗേഷനിൽ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. റേഞ്ച്, അതിന്റെ എത്ര കിലോ അല്ലെങ്കിൽ ജിഗാഹെർട്സ്, എത്ര ഹെർട്സ്, ഇപ്പൊ നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എല്ലാം പഠിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് ആ ഫ്രീക്വൻസി ബാൻഡ്സിന്റെ ആ ഒരു റേഞ്ചസ് ഒന്ന് പഠിച്ചു വെക്കണം എല്ലാത്തിൻ്റെയും. UHF എത്രയാണ്, VHF ആണ് എത്രയാണ്, അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മൈക്രോവേവ് ഫ്രീക്വൻസി റേഞ്ചസ് എത്രയാണ്. സോ ആ ബാൻഡിന്റെ ഒരു റേഞ്ചും കൂടെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അതൊക്കെ ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ തവണയും ചോദിച്ചിട്ടുണ്ട്. സോ TV ബ്രോഡ്കാസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ബാൻഡ് എന്ന് പറയുന്നത് VHF ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വെരി ഹൈ ഫ്രീക്വൻസി ബാൻഡ്സ് ആണ് ആൻസർ. Then TV camera used for live transmission is typically TV transmission used for ലൈവ് ട്രാൻസ്മിഷൻ. അതിന് എന്താണ് വിളിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഇതാണ് വിഡിയോകോൺ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. TV cameras used for live transmission is വിഡിയോകോൺ. Then അടുത്തത്, the number of scanning lines per frame in the Indian PAL system. PAL TV സിസ്റ്റത്തിൽ നമ്പർ ഓഫ് സ്കാനിങ് ലൈൻസ് നമ്മൾ നേരത്തെ NTSC കണ്ടതുപോലെ തന്നെ പാലിൻ്റെതും പഠിച്ചു പോകണം. ഓപ്ഷൻ 625 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്പർ ഓഫ് സ്കാനിങ് ലൈൻസ് പെർ ഫ്രെയിം ഇൻ ഇന്ത്യൻ പാൽ സിസ്റ്റം.
ഓക്കെ, പാൽ ടി വി സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് 625 ആണ്. ഇതിനടുത്ത ഫീൽഡ് റേറ്റ് ഫോർ പാൽ സിസ്റ്റം ആണ്. ഫീൽഡ് റേറ്റ് 15 ഹെർട്സ്, 75 ഹെർട്സ്, 2 ഹെർട്സ്, അഗെയിൻ 50 ഹെർട്സ്. ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ 50 ഹെർട്സ് ആണ് ഫീൽഡ് റേറ്റ് ഫോർ പാൽ സിസ്റ്റം. ദാറ്റ് ഈസ് 50 ഹെർട്സ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, ദ ഓൾട്ടർനേറ്റ് സ്കാനിങ് ഓഫ് ഈവൻ ആൻഡ് ഓഡ് ഫീൽഡ്. അതിനെ എന്താണ് വിളിക്കുന്നത്? അതറിയാവുന്നതാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാനിങ് മെത്തേഡാണ് ഇന്റർലേസ്ഡ് സ്കാനിങ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇസ് ദ ഓൾട്ടർനേറ്റ് സ്കാനിങ് ഓഫ് ഈവൻ ആൻഡ് ഓൾഡ് ഫീൽഡ്. അതിനെയാണ് നമ്മൾ ഇന്റർലേസ്ഡ് സ്കാനിങ്. നമ്മളൊരു ബുക്ക് വായിക്കുന്ന പോലെ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റർലേസ്ഡ് സ്കാനിങ്ങിനെ പറ്റി. സോ ദാറ്റ് ഈസ് ദ മെത്തേഡ് alternative scanning of even and old field, that is known as interlaced scan. Then for 625 lines per picture, the lines per field അത് എത്ര ആയിരിക്കും? 625 lines per pictureൽ എത്ര ഫീൽഡ് അല്ലെങ്കിൽ എത്ര ലൈൻസ് പെർ ഫീൽഡ് വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ പകുതിയാണ് അല്ലേ, 312.5 ആണ് കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് 312.5 for 625 lines per picture. The lines per field are 312.5. അതിന്റെ പകുതി ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, the most modern TV antennas use which type of cable? TV antennas use which type of cable? That is 75 ohm coaxial cables ആണ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് മോഡേൺ ടി വി ആൻറ്റിനാസ് യൂസിങ് coaxial cables. 75 ohm coaxial cables ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടി വിയിൽ നിന്നും ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കുറേ ക്വസ്റ്റ്യൻസും കൂടെ അത് കണക്ട് ചെയ്ത് പഠിക്കുക. പ്രത്യേകിച്ചും NTSC പാൽ കണക്ഷൻ, പിന്നെ ആന്റിനാസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, ടി വിയും ആന്റിനാസും കൂടെ കണക്ട് ചെയ്തിട്ട് അതിന്റെ ഫ്രീക്വൻസീസ് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ വർക്ക്ഔട്ട് ചെയ്യുക. സോ നെക്സ്റ്റ്, മൈക്രോവേവിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ ഈസ്, ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലൈസ്ട്രോൺ അല്ലെങ്കിൽ റിഫ്ലെക്സ് ക്ലൈസ്ട്രോണെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ ഈസ് ഓൾസോ നോൺ ആസ്, അല്ലെ, നമ്മൾ ഓസിലേറ്റർ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാം. ഒരു ലോ പവർ ജനറേറ്റർ ആണ്. ജനറേറ്റർ ആ ഒരു രീതിയിൽ ലോ പവർ ജനറേറ്റർ. അപ്പൊ അത് ശരിക്കും അങ്ങനെ തന്നെയാണ് പറയുന്നതിനെ. ഒരു നമ്മൾ നോട്ട് ആൻ ഓസിലേറ്റർ, ഒരു ഓപ്ഷൻ ഉണ്ട്, ഓസിലേറ്റർ തന്നെയാണത് അത് ശരിക്കും, അല്ലെ. ഇറ്റ് ഈസ് ജനറേറ്റർ മീൻസ് എന്താണ്? ഇറ്റ് ഈസ് എൻ ഓസിലേറ്റർ. പക്ഷെ അത് ലോ പവർ ഓസിലേറ്റർ അല്ലെങ്കിൽ ലോ പവർ ജനറേറ്റർ ആണ് നമ്മുടെ റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Then the klystron amplifier is a dash beam amplifier. അത് ലീനിയർ ബീം ആണോ, ക്രോസ് ഫീൽഡ് ആണോ, പാരൽ ഫീൽഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ്. ഇറ്റ് ഈസ് എ ലീനിയർ ബീം ആംപ്ലിഫയർ ആണ് ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, എ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ. ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എല്ലാം പഠിച്ചിരിക്കണം. സോ ലോവർ പവർ ഗെയിൻ ആണോ, ലോവർ ബാൻഡ്വിഡ്ത്ത് ആണോ, ഹൈ സോഴ്സ് പവർ, ഡിസൈൻ കോംപ്ലക്സിറ്റി. സോ ഇതൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. മെയിൻ അല്ലെങ്കിൽ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ലോ ബാൻഡ്വിഡ്ത്ത് ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ലോ ബാൻഡ്വിഡ്ത്ത്. ദെൻ ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് TWT ഓവർ ക്ലൈസ്ട്രോൺ ഫോർ മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ. മെയിൻ അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത് TWTയുടെ ഓവർ ക്ലൈസ്ട്രോൺ. ഓപ്ഷൻസ് ലോവർ കോസ്റ്റ്, സ്മോളർ സൈസ്, ഹയർ പവർ, ദെൻ വൈഡർ ബാൻഡ്വിഡ്ത്ത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, വൈഡ് ബാൻഡ്വിഡ്ത്ത് ആണ് advantage of TWT over klystron. Next, in TWT, the electron beam is
ഡെൻസിറ്റി മോഡുലേറ്റഡ് ബൈ, അത് എന്ത് മെറ്റീരിയൽ അല്ലെങ്കിൽ എന്ത് ഡിവൈസ് വെച്ചിട്ടാണ്? സോ ദ ഇലക്ട്രോൺ ബീം ഈസ് ഡെൻസിറ്റി മോഡുലേറ്റഡ് ബൈ ഓപ്ഷൻ എ പെർമനന്റ് മാഗ്നറ്റ്, ദെൻ മോഡുലേഷൻ ട്രാൻസ്ഫോമർ, ഹെലിക്സ്, ക്യാവിറ്റി റെസോണേറ്റർ. ഇതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. സോ ഡെൻസിറ്റി മോഡുലേറ്റഡ് ബൈ ഹെലിക്സ് ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് TWT. ഇലക്ട്രോൺ ബീം ഈസ് ഡെൻസിറ്റി മോഡുലേറ്റഡ് ബൈ എ ഹെലിക്സ് സ്ട്രക്ചർ. Then an attenuator is used in TWT. എന്തിനു വേണ്ടിയാണ് അറ്റന്യൂവേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? To prevent oscillation, to increase gain, prevent saturation, all of the above. ഇത് ഓസിലേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് അറ്റന്യൂവേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് TWTയിൽ. സോ ഇറ്റ് ഈസ് യൂസ് ടു പ്രിവെന്റ് ഓസിലേഷൻസ് ആണ്, സാച്ചുറേഷൻ അല്ല. ആൻഡ് അറ്റന്യൂവേറ്റർ ഈസ് യൂസ് ടു പ്രിവെന്റ് ഓസിലേഷൻസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദെൻ ഒരു TWTയുടെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയുണ്ട്? ഇലക്ട്രോൺ ഗൺ, ഹെലിക്സ് ആൻഡ് റിപ്പല്ലർ, ഇലക്ട്രോൺ ഗൺ, ഹെലിക്സ് ആൻഡ് കളക്ടർ, ഇലക്ട്രോൺ ഗൺ, റിപ്പല്ലർ ആൻഡ് കളക്ടർ, ബഞ്ചർ ക്യാവിറ്റി ആൻഡ് ക്യാച്ചർ ക്യാവിറ്റി. സോ ഇതിനകത്ത് ഗണ്ണുണ്ട് അല്ലേ, ഗണ്ണുണ്ട്, ഹെലിക്സ് ഉണ്ട്, പിന്നുള്ളത് ഒരു കളക്ടറാണ്, റിപ്പല്ലർ അല്ല, ഒരു കളക്ടറാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇലക്ട്രോൺ ഗൺ, ഹെലിക്സ് ആൻഡ് കളക്ടർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. TWTയുടെ സ്ട്രക്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. Then which of the following devices cannot be used as microwave oscillator? മൈക്രോവേവ് ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതാണ് ഏതൊക്കെയാണ്? ഇംപാക്ട് ഡയോഡ്, ട്രാപ്പറ്റ്, ബാരറ്റ്, PN ജംഗ്ഷൻ ഡയോഡ്സ് ഇതെല്ലാം തന്നിട്ടുണ്ട്. അതിൽ cannot be used as microwave oscillator ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ ആൻസർ നമ്മുടെ PN ജംഗ്ഷൻ ഡയോഡ്സ് ആണ് അല്ലേ. അതൊരു ശരിക്കും ഒരു ഓഡ് വൺ ഔട്ട് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് മൈക്രോവേവ് ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ തവണ ഇംപാക്ട് ഡയോഡിൽ നിന്നൊരു പ്രോബ്ലം ഒക്കെ ചോദിച്ചു. ഇംപാക്ട് ഡയോഡ് ഇമ്പോർട്ടന്റ് ആണ്, അപ്പൊ അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത് പഠിക്കേണ്ടതാണ്. സോ ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ട്രാപ്പഡ് ഡയോഡ് ഓവർ ഇംപാക്ട് ഡയോഡ്. ഇംപാക്ട്, ട്രാപ്പഡ്സ് എല്ലാം പഠിക്കണം, കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. സോ ദ മെയിൻ അഡ്വാൻറ്റേജ് of a trapped diode over the impact diode. So option A, lower noise, higher efficiency, operation at a higher frequency, less sensitivity to higher frequency to harmonics, less sensitivity to harmonics. So in the answer, efficiency and advantage of trapped diode over impact and the higher efficiency. So option B is the correct answer. Next, the conversion efficiency of trapped diode. In the range ആണ് ചോദിച്ചിരിക്കുന്നത്, വേരിയേഷൻസ് ഉണ്ടാവാം. ടിപ്പിക്കൽ കൺവേർഷൻ എഫിഷ്യൻസി ഓഫ് ട്രാപ്പഡ് ഡയോഡ് 5 to 10 ആണോ, 10 to 20 ആണോ, അതോ 20 to 60, then over 80%. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 20 to 60% ആണ് ടിപ്പിക്കൽ കൺവേർഷൻ എഫിഷ്യൻസി ഓഫ് ട്രാപ്പഡ് ഡയോഡ്. 20 to 60%. Then in trapped diode configuration, the number of semiconductor layers, അതിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് എത്ര PN ലെയേഴ്സ്, ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് എത്ര സെമി കണ്ടക്ടർ ലെയേഴ്സ് അതിനകത്ത് വരുന്നുണ്ട് ഒരു ട്രാപ്പഡ് ഡയോഡിനകത്ത്. അതിനകത്ത് 3 ആണ്, 3 സെമി കണ്ടക്ടർ ലെയേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്. സോ ദാറ്റ് ഈസ് സ്ട്രക്ചർ ഓഫ് ട്രാപ്പഡ് ഡയോഡ്സ്. സോ അത് സ്ട്രക്ചറും കാര്യങ്ങളും മനസ്സിലാക്കണം. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. Number of semiconductor layers is 3. Next, a key disadvantage of trapped diode. Disadvantage, fabrication cost വരുന്നുണ്ട്, low operation വരുമ്പോഴത്ത് ഒരു ഗെയിൻ, ലോ ഗെയിൻ, ഹൈ നോയ്സ് ഫിഗർ, ഇതൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അതിൽ കീ അല്ലെങ്കിൽ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ട്രാപ്പഡ് ഡയോഡ് ഈസ് ഹൈ നോയ്സ് ഫിഗർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഹൈ നോയ്സ് ഫിഗർ ആണ് a main disadvantage of trapped diodes. Next, which diode exhibits a region of negative resistance suitable for microwave oscillators? So ഇത് ശരിക്കും നമുക്ക്
നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡയോഡാണ്. അത് പറയുന്നുണ്ട്. മൈക്രോവേവ് ഓസിലേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡയോഡ്സുമാണ്. സോ അതിൻ്റെ പിൻ ഡയോഡ് ഷോർട്ട് കീ ഒന്നും അല്ല, വെരാക്ടറും അല്ല, അത് വേരിയബിൾ കപ്പാസിറ്റർ ഡയോഡ്സ് അല്ല. ടണൽ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് എ നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്, ടണലിംഗ് എഫക്റ്റ് അല്ലേ, നമ്മൾ പഠിക്കുന്നതാണ്. സോ ഓപ്ഷൻ ഡി ആണ്, ടണൽ ഡയോഡ്സിനാണ് ഈ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ മൈക്രോവേവ് ഓസിലേറ്റേഴ്സ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, മാഗ്നെട്രോൺസ് typically offer efficiencies around. Magnetrons efficiency range 30%, 50%, 80%, 100%. ഇതൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. സോ റേഞ്ച്, അതിന്റെ റേഞ്ച് ആയിട്ടല്ല, ഒരു ടിപ്പിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 80% ആണ്. മാഗ്നെട്രോൺസിന്റെ എഫിഷ്യൻസീസ് അറൌണ്ട് 80%. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വീണ്ടും TWTs ഒരു ചോദ്യമാണ്. TWT ആർ പ്രിഫേർഡ് ഓവർ മൾട്ടി ക്യാവിറ്റി ക്ലൈസ്റ്റോൺസ്. അതിന്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹയർ എഫിഷ്യൻസി, ഗ്രേറ്റർ ബാൻഡ്വിഡ്ത്ത്, ഹയർ കോസ്റ്റ്, ദെൻ ലോവർ കോസ്റ്റ്. TWTs are preferred over multi-cavity clystones for their higher efficiency, greater bandwidth, higher gain and lower cost. So answer bandwidth ആണ്. TWTs have higher bandwidth compared to the multi-cavity clystones. So option B ആണ് correct answer. Next, which type of tube can function both as an oscillator and an amplifier? Oscillator ആയിട്ടും ആംപ്ലിഫയർ ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നത് ഇതിനകത്ത് ഏതാണ്? ഈ മൈക്രോവേവ് ഡിവൈസസിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നെട്രോൺ ഉണ്ട്, TWT, ക്ലൈസ്ട്രോൺ, ഇമ്പാക്ട് ഡയോഡ്സ്. അതിൽ രണ്ട് ഫീച്ചറും വരുന്നത് ഓസിലേറ്റർ ആയിട്ടും ആംപ്ലിഫയർ ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നത് മാഗ്നെട്രോൺ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Next, which figure best describes the radiation pattern of half-wave dipole antennas? So antennas പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ടൈപ്പ് ഓഫ് ആന്റിനാസ് ഉണ്ട്. എല്ലാത്തിൻ്റെയും അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, പിന്നെ അതിൻ്റെ എല്ലാം റേഡിയേഷൻ പാറ്റേൺ, സ്ട്രക്ചേഴ്സ്, പിന്നെ അതിനകത്ത് ചില ബേസിക് ആയിട്ട് വരുന്ന പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇക്വേഷൻസ്, റേഡിയേഷൻ എഫിഷ്യൻസി എന്താണ്, ആന്റിന എഫിഷ്യൻസി, റേഡിയേഷൻ റെസിസ്റ്റൻസ്, അങ്ങനെ കുറെ പാരാമീറ്റേഴ്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഹാഫ് ഡൈപോള്, അതിന്റെ അങ്ങനെയൊക്കെ ഉള്ളതിന്റെ ഐസോട്രോപിക് ആന്റിന, അതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ആന്റിന പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദ്യത്തിന് ഏരിയ ചെയ്യണം. അപ്പൊ ആന്റിന അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി നമ്മൾ കമ്മ്യൂണിക്കേഷനിലെ ബാക്കി പോർഷൻസ് ഒക്കെ പറയുന്നത്. ഇപ്പൊ ഈവൻ TV യെക്കാട്ടും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ആന്റിനയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യും. TV കണക്ട് ചെയ്തിട്ടായിരിക്കും, അപ്പൊ ആന്റിന ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്ത. ഏകദേശം TV ചോദിച്ചുകൊള്ളണമെന്നല്ല, എങ്കിലും കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടന്റ് സെക്ഷനാണ് ആന്റിന എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോകണം. ചെറിയ പ്രോബ്ലംസും ഒക്കെ നമുക്ക് അതൊന്ന് എക്സ്പെക്ട് ചെയ്യാം. എങ്കിലും കൂടുതൽ തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ആന്റിന. സോ വിച്ച് ഫിഗർ ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് റേഡിയേഷൻ പാറ്റേൺ ഓഫ് ഹാഫ് വേവ് ഡൈപോൾ ആന്റിന? അതാണ് ചോദ്യം. സോ അത് ഡോഗ്നെറ്റ് ആണ്. സോ ഓരോന്നിൻ്റെയും ആ ഒരു റേഡിയേഷൻ പാറ്റേൺസ് മനസ്സിലാക്കണം. സോ റേഡിയേഷൻ പാറ്റേൺ ഓഫ് ഹാഫ് വേവ് ഡൈപോൾ ആന്റിന ഈസ് ഡോഗ്നെറ്റ്. ഓപ്ഷൻ ബി. Then what is the approximate feed point impedance of a folded dipole antenna? Feed point impedance ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 300 ohm ആണ്. That is a feed point impedance of a folded dipole antenna, 300 ohm. ഇതിന്റെ ഓപ്ഷൻസ് വെച്ചിട്ട് 300. Then which among the following is true about Yagi-Uda antenna? നമ്മൾ TV-യിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആന്റിനയാണ് Yagi-Uda ആന്റിന. അതിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വെരി വൈഡ് ബാൻഡ് വിഡ്ത്ത്, ദെൻ വെരി ഹൈ ഗെയിൻ ഓറിയന്റഡ് ഓഫ് ആക്സിസ്, ദെൻ ഡയറക്ഷണൽ വിത്ത് മോഡറേറ്റ് ടു ഹൈ ഗെയിൻ, സർക്കുലർ പോളറൈസേഷൻ. സോ ആൻസർ ഇറ്റ് ഈസ് ഡയറക്ഷണൽ വിത്ത് മോഡറേറ്റ് ടു ഹൈ ഗെയിൻ. അതാണ് അതിന്റെ മെയിൻ
അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയും ഇസ് എ ഡയറക്ഷണൽ ആന്റിന വിത്ത് മോഡറേറ്റ് ടു ഹൈ ഗെയിൻ. അതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Then which antenna is non-resonant and വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ റെസൊണന്റ് നോൺ റെസൊണന്റ് ആന്റിനാസ് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് ആന്റിനയിൽ റെസൊണന്റ് ടൈപ്പ് നോൺ റെസൊണന്റ് ടൈപ്പ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. സോ വിച്ച് ആന്റിന ഈസ് നോൺ റെസൊണന്റ് ആൻഡ് ബ്രോഡ്ബാൻഡ് ആന്റിന? സോ റോംബിക് ആണ് ഓപ്ഷൻ സി. റോംബിക് ആന്റിന ഈസ് എ നോൺ റെസൊണന്റ് ആന്റിന ആൻഡ് എ ബ്രോഡ്ബാൻഡ് ആന്റിന. Next, which frequency range is most common for horn antennas? Horn antennas and the frequency range, high frequency ആണോ very high frequency ആണോ UHF and microwave and ELF? Option C ആണ് UHF and microwave frequency range, that is common for horn antennas. So option C. Next, a Cassegrain antenna is a type of parabolic antenna with sub-reflectors. So അതാണ് ഓപ്ഷൻ ബി ആണ് Cassegrain antenna, that is a type of parabolic antenna with the sub-reflectors. Option B. Then the efficiency of an antenna. ആന്റിനയുടെ പാരാമീറ്റേഴ്സ് പഠിക്കുമ്പോൾ എഫിഷ്യൻസിയും കാര്യങ്ങളും എല്ലാം പഠിക്കണം. അതിൽ റേഡിയേഷൻ റെസിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ദെൻ എഫിഷ്യൻസിയുടെ ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ റേഡിയേറ്റഡ് പവർ ടു ഇൻപുട്ട് പവർ ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് എഫിഷ്യൻസി ഓഫ് എൻ ആന്റിന ഈസ് ദ റേഷ്യോ ഓഫ് റേഡിയേറ്റഡ് പവർ ടു ഇൻപുട്ട് പവർ. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ദ മെയിൻ ലോബ് ഓഫ് റോംബിക് ആന്റിന. The main lobe of rhombic antenna is known as option A broad, narrow and directional, omnidirectional, random. Option narrow and directional ആണ്. The main lobe of rhombic antenna is narrow and it is directional. So option B ആണ് correct answer. Then television receiver antenna is usually എന്ത് ടൈപ്പ് ആണ്? ലൂപ്പ് ടൈപ്പ് ആണോ, യാഗി ആന്റിന ആണോ, പാരാബോളിക് ഡിഷസ്, നൺ ഓഫ് ദി അബവ്? സോ അത് നമുക്കറിയാം, യാഗി ആന്റിനയൊക്കെയാണ് ടെലിവിഷനിൽ യൂസ് ചെയ്യുന്നത്. സോ യാഗി ആന്റിനയാണ് കറക്റ്റ് ആൻസർ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ടെലിവിഷൻ റിസീവേഴ്സിൽ യൂസ് ചെയ്യുന്ന ആന്റിന. സോ അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കണക്ട് ചെയ്ത് ആന്റിന ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ വേവ് പ്രൊപ്പഗേഷൻ കണക്ട് ചെയ്തിട്ടും ഒക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, യാഗി ആന്റിനയാണ്. നെക്സ്റ്റ്, റേഡിയേഷൻ റെസിസ്റ്റൻസ് ഓഫ് λ/2 ആന്റിന ഇൻ ഫ്രീ സ്പേസ്. അതിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ λ/2 ആന്റിന, അത് എത്ര ആണ്? ആൻസർ 73 ഓം ആണ്. അത് ചെയ്തു വരുമ്പോൾ കിട്ടുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് പഠിച്ചു നോക്കുക. റേഡിയേഷൻ റെസിസ്റ്റൻസ് ഓഫ് λ/2 antenna in free space is given by 73 ohms. Then അടുത്തത് ഗെയിൻ ഓഫ് ഐസോട്രോപിക് ആന്റിന. അതറിയാവുന്നതാണ്. ഗെയിൻ ഓഫ് ഐസോട്രോപിക് ആന്റിന 0, 3, 10, 12 ആണ് തന്നിരിക്കുന്നത്. സോ അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 0 dB ആണ് ഐസോട്രോപിക് ആന്റിനയുടെ ഗെയിൻ, 0 dB. Then which of the following antenna is best suited by a waveguide? ബൈക്കോണിക്കൽ, ഹോൺ, ഹെലിക്കൽ, ഡിസ്കോൺ ആന്റിനാസ് ആണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. സോ അതിൽ ഹോൺ ആന്റിനയാണ്. സോ ദ ഫോളോയിങ് ആന്റിന ഈസ് ബെസ്റ്റ് ഗൈഡഡ് ബൈ വേവ് ഗൈഡ്സ്. സോ അത് നമ്മുടെ ഹോൺ ആന്റിനാസ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആന്റിന ഗീവ് സർക്കുലാർ പോളറൈസേഷൻ? നമ്മൾ നേരത്തെ നോൺ റെസൊണന്റ് ആന്റിനാസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ സർക്കുലാർ പോളറൈസേഷൻ തരുന്ന ആന്റിന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് നന്നായിട്ട് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം എല്ലാ ആന്റിനാസും. സോ യാഗിയുടെ ആന്റിന, പാരാബോളിക്, ഡൈപോൾ, ഹെലിക്കൽ ആന്റിനാസ് സർക്കുലാർ പോളറൈസേഷൻ തരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹെലിക്കൽ ആന്റിനാസ് ആണ്. വിച്ച് ആന്റിന ഈസ് എ വൈഡ് ബാൻഡ് ആന്റിന? വൈഡ് ബാൻഡ് ആന്റിന എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ഹെർട്സ് ആന്റിന, മാർക്കോണി ആന്റിന, ഫോൾഡഡ് ഡൈപോൾ, നൺ ഓഫ് ദി അബോവ്. സോ ഓപ്ഷൻ സി ആണ്,
folded dipole antennas, that is known as the wideband antennas. So which antenna is a wideband antenna? That is folded dipole antenna, option C ആണ്. Next, for which of the following antenna the length is lambda by 4? Lambda by 4 length ഡിഫൈൻ ചെയ്തേക്കുന്നത് ഏത് ആന്റിനയ്ക്കാണ്? ഡൈപോൾ ആണോ, മാർക്കോണി, ഹെർട്സ്, നൺ ഓഫ് ദി എബോവ്? സോ അതിന്റെ ആൻസർ മാർക്കോണി ആണ്. സോ ഫോർ മാർക്കോണി ആന്റിന ദ ലെങ്ത് ഈസ് ലാംഡ ബൈ 4, ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ദ ലെങ്ത് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആന്റിന ഈസ് ലാംഡ ബൈ 2? അപ്പൊ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ലാംഡ ബൈ 4ന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ലാംഡ ബൈ 2 ലെങ്ത് ഡിഫൈൻ ചെയ്യുന്ന ആന്റിന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ ആൻസർ ഹെഡ്സ് ആന്റിന ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഹെഡ്സ് ആന്റിന. സോ നേരത്തെ പഠിച്ച ക്വസ്റ്റിനോടൊന്ന് മനസ്സിലാക്കണം. ലാംഡ ബൈ 4 ലെങ്ത് വരുന്നത് മാർക്കോണി ആന്റിനയാണ്. അതേപോലെ തന്നെ ഇപ്പം പഠിച്ചത് എന്താണ്? ലാംഡ ബൈ 2 ലെങ്ത് തരുന്ന ആന്റിന. സോ അത് ഹെഡ്സ് ആന്റിന ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ആന്റിന റേഡിയേഷൻ എഫിഷ്യൻസി ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ, അതാണ് ചോദ്യം. ആന്റിന എഫിഷ്യൻസി, നമ്മൾ റേഡിയേഷൻ എഫിഷ്യൻസിയുടെ ഫോർമുല റേഡിയേഷൻ റെസിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, RR പ്ലസ് RL. അപ്പൊ ഇത് റേഡിയേഷൻ റെസിസ്റ്റൻസ് ആണ് RR എന്ന് പറയുന്നത്. റേഡിയേഷൻ റെസിസ്റ്റൻസ് ഇൻടു 100 വരും. റേഡിയേഷൻ റെസിസ്റ്റൻസ് ഈ RL ലോസ് റെസിസ്റ്റൻസ്, ലോസ് ആണ്, ലോസ് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാം. സോ അത് എന്ത് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്, എന്ത് റെഡ്യൂസ് ചെയ്യുമ്പോഴാണ്, ആ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. So antenna radiation efficiency can be increased by option B ആണ് correct answer. അതായത് it can be increased by increasing the radiation resistance of the system. ആ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും റേഡിയേഷൻ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്താൽ നമുക്ക് we can increase the efficiency. ലോസസ് മിക്കവാറും കുറവായിരിക്കും. Then what is the gain of half wave dipole? Gain of half wave dipole അതാണ് ചോദ്യം. What is the gain of half wave dipole? So അത് വാല്യൂ 1.641 ആണ് അതിന്റെ വാല്യൂ. ഹാഫ് വേവ് ഡൈപോളിന്റെ ഗെയിൻ 1.641 ആണ് കറക്റ്റ് ആൻസർ. ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? നമ്മുടെ DIT, DIF, DFT പോർഷനിൽ നിന്നൊക്കെ ഉള്ളതാണ്. DIT ഈസ് മോർ എഫിഷ്യന്റ് ദാൻ DIF. കമ്പയർ ചെയ്ത് പഠിക്കണം DIT DIF-ഉം. ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്തുനിന്ന് ചോദിക്കുകയാണെങ്കിൽ DFTയുടെ പോർഷനിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ആ ഒരു സെക്ഷൻ. പിന്നെ DFTയുടെ ബേസിക് ഇക്വേഷനും പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. DFT ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടീസ് നമ്മളൊരു ഏകദേശം ഒരു 10 പ്രോപ്പർട്ടീസ് ഒന്നും പഠിച്ചിട്ടുണ്ട്. സർക്കുലർ കൺവല്യൂഷൻ, അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടീസ്, ഷിഫ്റ്റിങ്, ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസ്, ഏത് കറക്റ്റ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് പഠിക്കണം. DFTയിൽ നിന്നും പ്രോപ്പർട്ടീസ് ആണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ ഏതെങ്കിലുമൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ട്വിഡിൽ ഫാക്ടറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ DFT കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഇവിടെ DIT DIF തമ്മിലുള്ള കമ്പാരിസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? DIT is more efficient than DIF. DIF is more efficient than DIT. Both have same memory efficiency. Cannot be used for real signals. So option C ആണ് correct answer. They both have the same memory efficiency. So option C correct answer ആണ്. Then അടുത്ത Radix to DIT F50 the input sequence is arranged in. അത് നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. ഇൻപുട്ട് സീക്വൻസിനെ DIT-യിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇൻപുട്ട് സീക്വൻസും ഔട്ട്പുട്ട് സീക്വൻസിന്റെ ഒക്കെ കാര്യങ്ങൾ പഠിച്ചതാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് എ ബിറ്റ് റിവേഴ്സ് ഓർഡർ ആണ്. ഓക്കെ,
input sequence is arranged in bit reversed order. So option B ആണ് correct answer. Next, what is the main advantage of FFT over DFT? FFT DFT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം പഠിച്ചതാണ്. സോ അതിൽ വരുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻസ് ആൻഡ് അഡീഷൻസ്. അപ്പൊ രണ്ടിന്റെയും എത്ര മൾട്ടിപ്ലിക്കേഷൻസും എത്ര അഡീഷൻസും വേണോ എന്നുള്ളത് പഠിക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അപ്പൊ ഇതിൽ മെയിൻ അഡ്വാൻറ്റേജ് FFT ആയിട്ട് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം ആണ്. അതിനകത്ത് കമ്പ്യൂട്ടേഷൻസ് കുറയ്ക്കാൻ പറ്റും അല്ലേ. അതിന്റെ ഫോർമുലാസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതിനകത്ത് വരുന്നത് 62, ക്വസ്റ്റ്യൻ നമ്പർ 62 ആൻസർ ഓപ്ഷൻ ബി ആണ്. റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻസ് ആൻഡ് അഡീഷൻസ് ആണ്. ദെൻ അടുത്തത് നമ്മുടെ വേവ് പ്രൊപ്പഗേഷൻ എന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഡി ലെയർ എക്സ്റ്റെൻസ് അപ്രോക്സിമേറ്റ്ലി ഫ്രം, അതിന്റെ റേഞ്ച് ആണ് യൂസ് ചെയ്യുന്നത്. അത് DE ലെയേഴ്സ്, F2 ലെയേഴ്സ്, അങ്ങനെ കുറെ ലെയേഴ്സ് പഠിക്കുന്നുണ്ടല്ലോ. ഡി ലെയറിന്റെ എക്സ്റ്റൻഷൻ റേഞ്ച് പറയുന്നത് 50 to 90 കിലോമീറ്റർ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 50 to 90 കിലോമീറ്റർ. then അടുത്തത് which of the following wave remains unaffected during day and night? which of the following waves remain unaffected during day and night? so അത് tropospheric wave ആണ്. ഓപ്ഷൻ എ ആണ് tropospheric waves. which of the following wave remains unaffected during day and night? so option A tropospheric wave ആണ്. നെക്സ്റ്റ് MUF പഠിച്ചിട്ടുണ്ടാവാം. മാക്സിമം യൂസബിൾ, അത് ഈ ഒരു വേവ് പ്രൊപ്പഗേഷൻ പോർഷനിൽ നിന്ന് വരുന്നതാണ്. വേവ് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി, അതിന്റെ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. MUF ഡിറ്റർമിൻ ചെയ്യാനുള്ള ഫോർമുല മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ആണ് FC. Okay, FC is critical frequency. So FC sec theta ആണ് ആൻസർ. നെക്സ്റ്റ്, ഡ്യൂറിംഗ് ഡേ ടൈം അയണോസ്ഫിയർ കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെ ലെയേഴ്സ് ആണ്? അതാണ് ചോദ്യം. അയണോസ്ഫിയറിനകത്ത് ഡേ ടൈമിൽ ഏതൊക്കെ ലെയേഴ്സ് ആണ്? ഡി ഉണ്ട്, ഇ ഉണ്ട്, F1 ഉണ്ട്, F2 ഉണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് D, E, F1 and F2 layers are existing on the daytime ionosphere. So ionosphere layers classification daytime, nighttime ഉള്ള എക്സിസ്റ്റൻസ് ആണ്. സോ അതിൽ D വരും, E വരും, F1 ഉം F2 ലേയേഴ്സും വരും ഡേ ടൈമില്. Then which layer is the least important in high frequency propagation? This layer is least important in high frequency propagation. So അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഡി ലെയർ ആണ്. ഹൈ ഫ്രീക്വൻസി പ്രൊപ്പഗേഷൻ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ എന്ന് പറയുന്നത് ഡി ലെയർ ആണ്. Then the ground waves eventually disappear as one moves away from the transmitter because of, ആ ഒരു ഇതിനെയാണ് നമ്മൾ ടിൽറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ്. ഇപ്പോൾ ടിൽറ്റിങ്ങിന്റെ ഒരു ഡെഫിനേഷൻ ആയിട്ടൊക്കെ വേണമെങ്കിൽ അത് പറയാം. ഗ്രൗണ്ട് വേവ്സ് ഈവൻച്വലി ഡിസപ്പിയർ ആസ് വൺ മൂവ്സ് അവേ ഫ്രം ദ ട്രാൻസ്മിറ്റർ ബിക്കോസ് ഓഫ് ടിൽറ്റിംഗ്. റീസൺ ആണ് ടിൽറ്റിംഗ് ആണ്. ദെൻ ലോങ് ഡിസ്റ്റൻസ് ഷോർട്ട് വേവ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് യൂസസ് വിച്ച് വേവ് ഓഫ് പ്രൊപ്പഗേഷൻ? ലോങ് ഡിസ്റ്റൻസ് ആണ്, ഷോർട്ട് വേവ് പ്രൊപ്പഗേഷൻ ആണ്, ഷോർട്ട് വേവ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. സോ അതിൽ യൂസ് ചെയ്യുന്നത് ഏത് വേവ് ആണ്? അത് ആൻസർ അയണോസ്ഫിയറിക് വേവ്സ് ആണ്. കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ ആൻസർ ബി ആണ്, അയണോസ്ഫിയറിക് വേവ്സ് ആണ്. ലോങ് ഡിസ്റ്റൻസ് ഷോർട്ട് വേവ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്. Then when microwave signals allow the curvature of the earth, that effect is known as എന്താണ്? When the microwave signals follow the curvature of earth, that is known as ducting എന്ന് പറയും. ഓപ്ഷൻ ബി ആണ്. When microwave signals follow the curvature of earth, this is known as ducting. Option B.
Then the ionosphere plays a significant role in radio wave propagation at option A, high frequency, ultra high frequencies, microwave frequencies, optical frequencies. So അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. Ionosphere plays a significant role in radio wave propagation at high frequencies ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Then the frequencies in the UHF range propagated by means of UHF means are propagated. ഏത് വേവ് പ്രൊപ്പഗേഷൻ ആണ് UHF റേഞ്ചിൽ വരുന്നത്? അത് സ്പേസ് വേവ് ആണ്. ഓപ്ഷൻ എ ആണ്. സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ ആണ് UHF റേഞ്ചിൽ വരുന്നത്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The skip distance അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിനകത്ത് അത് പ്രൊപ്പഗേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. Skip distance is proportional to sec theta. So the skip distance for radio wave increases with the it will increases with the increase in frequency ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സ്കിപ്പ് ഡിസ്റ്റൻസ് increases with the increase in frequency. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദെൻ അടുത്തത് the double sideband modulator is used to obtain. എന്തിനാണ് ഡബിൾ സൈഡ് ബാൻഡ്? ഇതെല്ലാം നമ്മുടെ PSCയുടെ പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 74 തൊട്ടുള്ളത് അത് പോളിക്കും പിന്നെ കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഡബിൾ സൈഡ് ബാൻഡ് മോഡുലേറ്റർ ഈസ് യൂസ് ടു ഒബ്ടൈൻ. എന്തിനു വേണ്ടിയാണ്? നമുക്കറിയാം അതല്ലേ. ഓപ്ഷൻ എ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓപ്ഷൻ എ ആണ്. ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് മോഡുലേറ്റർ യൂസ് ചെയ്യുന്നത്. Then VSB is preferred in TV. ഇപ്പോൾ TV കണക്ട് ചെയ്ത് VSB മോഡുലേഷൻ ചോദിച്ചേക്കുവാണ്. അതിൻ്റെ ആൻസർ എന്താണ്? ഇറ്റ് റെഡ്യൂസസ് ബാൻഡ് വിഡ്ത്ത് റിക്വയർമെന്റ് ടു ഹാഫ്. ഇപ്പോൾ SSBയും VSB ഒക്കെ കമ്പയർ ചെയ്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ VSB എന്തുകൊണ്ടാണ് TV പ്രിഫർ ചെയ്യുന്നത്? കാരണം ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസസ് അല്ലേ. റെഡ്യൂസസ് ദ ബാൻഡ് വിഡ്ത്ത് റിക്വയർമെന്റ് ടു ഹാഫ്. അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റിംഗ് ആക്ഷൻ ഈസ് അച്ചീവ്ഡ് ഇൻ. ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റിംഗ് ആക്ഷൻ ഈസ് അച്ചീവ്ഡ് ഇൻ ഏതിനകത്താണ്? ഫോസ്റ്റർ സീരീസ് ഡിസ്ക്രിമിനേറ്റർ, കോട്രേജ് ഡിറ്റക്ടർ, PLL ഡിമോഡുലേറ്റർ, റേഷ്യോ ഡിറ്റക്ടർ. ഇതിന് കറക്റ്റ് ആൻസർ റേഷ്യോ ഡിറ്റക്ടർ. നല്ലൊരു ചോദ്യമാണ്. കമ്മ്യൂണിക്കേഷൻ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. റേഷ്യോ ഡിറ്റക്ടർ. സോ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റിംഗ് ആക്ഷൻ ഈസ് അച്ചീവ്ഡ് ഇൻ റേഷ്യോ ഡിറ്റക്ടേഴ്സ് ആണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം കൂടിയാണത്. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ്. ജനറേഷൻ ഓഫ് SSB സിഗ്നൽസ്. നമുക്കിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിന് ഇങ്ങനെ ഉള്ള ചോദ്യങ്ങൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അത് കണക്ട് ചെയ്തിട്ട് വരുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിച്ച് വായിക്കേണ്ടതും കുറച്ച് സമയം പോകുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. റീസെന്റ് എക്സാംസിന് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ കൺസിഡർ ദ ഫോളോയിങ്. ജനറേഷൻ ഓഫ് SSB സിഗ്നൽസ്, ഡിസൈൻ ഓഫ് മിനിമം ഫേസ് ടൈപ്പ് ഫിൽട്ടേഴ്സ്, റെപ്രസെന്റേഷൻ ഓഫ് ബാൻഡ് പാസ് സിഗ്നൽസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആപ്ലിക്കേഷൻ ഈസ് ഹിൽബർട്ട് ട്രാൻസ്ഫോം യൂസ് ചെയ്തേക്കുന്നത് എന്തിനകത്തൊക്കെയാണ്? അതാണ് ചോദിച്ചേക്കുന്നത്. അതിൽ SSB മിനിമം ഫേസ് ടൈപ്പ് ഫിൽട്ടേഴ്സ്, റെപ്രസെന്റേഷൻ ഓഫ് ബാൻഡ് പാസ് സിഗ്നൽസ്, അതിൽ എല്ലാം വരുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി 3 കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ ഹിൽബർട്ട് ട്രാൻസ്ഫോമിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നതാണ് 1, 2 and 3 സ്റ്റേറ്റ്മെന്റ്സ്. അടുത്തത് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് PCMന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണ്? സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇറ്റ് നീഡ്സ് ലാർജർ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ഇതൊരു PSC ക്വസ്റ്റ്യൻ ആണ്. നീഡ്സ് ലാർജർ ബാൻഡ് വിഡ്ത്ത്. അടുത്തത് നമ്മുടെ ഫേസ് ഷിഫ്റ്റ് കീയിങ്. ഇൻ ഫേസ് ഷിഫ്റ്റ് കീയിങ് ദ ഇൻപുട്ട് സിഗ്നൽ ഈസ്. അപ്പോൾ അത് നമ്മൾ PSK, ASK, FSK ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ ഓരോന്നിന്റെ സിഗ്നൽ റെപ്രസെന്റേഷൻ പറയുന്നുണ്ട്. ഇവിടെ ഫേസ് ഷിഫ്റ്റ് കീയിങ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. വളരെ സിമ്പിൾ ആണ്. ഫേസിനകത്താണ് ആ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ എ ആണ്. ഒരെണ്ണം A cos omega t ആണെങ്കിൽ അടുത്ത -A cos omega t വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
So next question. Rather than sending the absolute value of each sample, it is possible to achieve a smaller transmission bit rate by sending the difference between the consecutive samples. ഇതിനെ എന്താണ് വിളിക്കുന്നത്? So rather than sending the absolute value of each sample, it is possible to smaller transmission bit rate by sending difference between the consecutive samples, and this is known as a delta modulation. So this is delta modulation ആണ്, ഓപ്ഷൻ ബി ആണ്. ഇതിനടുത്ത കോമ്പാൻഡർ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. കോമ്പാൻഡർ എന്ന് പറയുന്നത് കംപ്രസർ ആൻഡ് എക്സ്പാൻഡർ, അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. സോ അത് നമുക്ക് അറിയാവുന്ന വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. കോമ്പാൻഡർ ഈസ് എ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു. അതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് PCME ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ നോക്കണം. ആംപ്ലിറ്റ്യൂഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ, കംപ്രസർ എക്സ്പാൻഡറിന്റെ ഒക്കെ കാര്യങ്ങൾ. അപ്പോൾ കോമ്പാൻഡർ ജനറലി കോമ്പിനേഷൻ ഓഫ് A and B ആണ്. നെക്സ്റ്റ് സ്ലോട്ടഡ് ഫ്രീക്വൻസി ഹോപ്പിംഗ്, നമ്മുടെ സ്പ്രെഡ് സ്പെക്ട്രം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്ലോട്ടഡ് ഫ്രീക്വൻസി ഹോപ്പിംഗ് എന്താണ്? അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവത്തില്ല, അത് പഠിക്കണം. സ്ലോട്ടഡ് ഫ്രീക്വൻസി ഹോപ്പിംഗ് ഈസ് അസിൻക്രണസ് ഫ്രീക്വൻസി ഹോപ്പിംഗ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി, സ്ലോട്ടഡ് ഫ്രീക്വൻസി ഹോപ്പിംഗ് ഈസ് ശരിക്കും അസിൻക്രണസ് ഫ്രീക്വൻസി ഹോപ്പിംഗ് ആണ്. ഓപ്ഷൻ ഡി. അടുത്തത് ഇൻ ദ സ്പെക്ട്രം ഓഫ് FM വേവ്. FM-ന്റെ സ്പെക്ട്രം അറിയാമല്ലോ, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് വരുന്നതാണ്. The carrier frequency disappears when the modulation index is large. The amplitude of any sideband depends upon modulation index. The total number of sidebands depends on modulation index. Correct statement ഏതാണെന്നുള്ളതാണ്. Number of sideband increases with increase in modulation frequency. അല്ല, ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതായത് FM സ്പെക്ട്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ്, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ഉണ്ടെന്ന് അറിയാം. അതിന് ടോട്ടൽ നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മോഡുലേഷൻ ഇൻഡെക്സിനെയാണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നമ്മുടെ പോളിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. മറ്റേ നേരത്തെ പറഞ്ഞെല്ലാം PSC ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ കഴിഞ്ഞ പോളി എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്, നമുക്ക് അറിയാവുന്നതായിരിക്കാം. അറ്റ്മോസ്ഫിയറിക് നോയിസ് ബിക്കംസ് ലെസ് സിവിയർ അറ്റ് ഏത് ഫ്രീക്വൻസീസിലാണ്? ദാറ്റ് ഈസ് എബവ് 30 GHz ആണ്. ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് നോയിസ് ബിക്കം ലെസ് സിവിയർ അറ്റ് ഫ്രീക്വൻസീസ് എബവ് 30 GHz. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദെൻ ഫ്രോണോഫർ ഫീൽഡ് ആന്റിനയിൽ നിന്നും സ്ഥിരമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണ് ഫ്രണൽ ഫ്രോണോഫർ. അതിന്റെ കണ്ടീഷൻസ് പഠിച്ചു വെക്കണം. ആ റീജിയൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് പഠിച്ചാൽ മതി. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. വിത്ത് ഡിസ്റ്റൻസ് ആർ, അതെങ്ങനെയാണ് എൻ്റെ റിലേഷൻ വരുന്നത്? സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇറ്റ് ഈസ് 1/r. വേരി ചെയ്യുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. സോ ഓപ്ഷൻ എ ആണ്, 1/r ആണ് ആൻസർ. ഫ്രോണോഫർ ഫീൽഡ്. Then the design of optimum equiripple linear phase FIR filter uses ഏത് അപ്രോക്സിമേഷൻ ആണ് യൂസ് ചെയ്യുന്നത് FIR ലീനിയർ ഫേസ് FIR ഫിൽറ്റേഴ്സിൽ? സോ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഷെബിഷേവ് അപ്രോക്സിമേഷൻസ് ആണ്. സോ ഡിസൈൻ ഓഫ് ഒപ്റ്റിമം ഇക്വിറിപ്പിൾ ലീനിയർ ഫേസ് FIR ഫിൽറ്റർ യൂസസ് ഷെബിഷേവ് അപ്രോക്സിമേഷൻ. Which mode of propagation is adopted in high frequency antennas? ഇപ്പൊ നമ്മുടെ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ആ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഹൈ ഫ്രീക്വൻസി ആന്റിനാസിൽ യൂസ് ചെയ്യുന്ന പ്രൊപ്പഗേഷൻ അയോണോസ്ഫിയറിക് പ്രൊപ്പഗേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അയോണോസ്ഫിയർ റിലേറ്റ് ചെയ്തേക്കുന്ന ഹൈ ഫ്രീക്വൻസീസുമായിട്ടാണ് പറഞ്ഞിരുന്നു. സോ ഓപ്ഷൻ എ ആണ്, അയോണോസ്ഫിയറിക് പ്രൊപ്പഗേഷൻ ആണ്. നെക്സ്റ്റ് ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ചാനൽ യൂസ്ഡ് ഇൻ ദ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ചാനൽ ബാൻഡ് വിഡ്ത്ത് യൂസ്ഡ് ഇൻ ഓഫ്സെറ്റ്. അപ്പൊ അത് തെറ്റിപ്പോരുത്, ഇൻസ്റ്റന്റേനിയസ് ബാൻഡ് വിഡ്ത്ത് ആണ്. അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പെട്ടെന്ന് ഹോപ്പിംഗ് ബാൻഡ് വിഡ്ത്ത് എന്നോ അല്ലെങ്കിൽ ടോപ്പർ അങ്ങനെ ഒന്നും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അത് ഇൻസ്റ്റന്റേനിയസ് ബാൻഡ് വിഡ്ത്ത് ആണ്, പേരുമായിട്ടൊന്നും കണക്ട് ചെയ്ത് വരുന്നില്ല. ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ചാനൽ യൂസ്ഡ് ഇൻ ഓഫ്സെറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് ബാൻഡ് വിഡ്ത്ത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഇൻ TDMA GSM ചോദ്യങ്ങളുണ്ടായിരുന്നു, നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. GSMA TDMA ആൻഡ് FDMA എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. Dash of TDMA system is a measure of percentage of transmitted data that contains information as opposed to
പ്രൊവൈഡിങ് ഓവർ ഹെഡ് ഫോർ എക്സസ് സ്കീം, അത് എന്താണ്, ഏത് പാരാമീറ്റർ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ദാറ്റ് ഈസ് എഫിഷ്യൻസി ആണ്. സോ എഫിഷ്യൻസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഇമ്പാക്ട് ഡയോഡിൽ നിന്ന് ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇഫ് ദ ലെങ്ത് ഓഫ് ഇൻട്രിൻസിക് റീജിയൻ ഈസ് 4 മൈക്രോമീറ്റർ, കാരിയർ ഡ്രിഫ്റ്റ് വെലോസിറ്റി തന്നിട്ടുണ്ട്, നോമിനൽ ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യാനുള്ളതാണ്. അതിന്റെ ഫോർമുല F=V/2L, ഇതാണ് അതിന്റെ ഫോർമുല. ഇവിടെ വെലോസിറ്റി 10⁻⁷ തന്നിട്ടുണ്ട്, 2 ഇൻറ്റു ആ ഒരു ലെങ്ത് തന്നിട്ടുണ്ട് ഇൻട്രിൻസിക് റീജിയന്റെ, അത് 4 മൈക്രോമീറ്റർ ആണ്. മൈക്രോമീറ്ററിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 10⁻⁴ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ജിഗാഹെർട്സിലാണ് ആൻസർ വരുന്നത്. അപ്പോൾ 12.5 GHz അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഈ ഒരു ഫോർമുല ഒന്ന് പഠിച്ചു വെക്കുക, F=V/2L. അപ്പോൾ അതിൽ നിന്നും ചെറിയ പ്രോബ്ലംസ് ആന്റിനയിൽ നിന്നാണെങ്കിലും മൈക്രോവേവിൽ നിന്നും ഒക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ ആ ചെറിയൊരു ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കൂടെ നോക്കുക. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു സെഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇത് കൂടാതെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ ഈ പോർഷൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യരുത്, കാരണം അതിനകത്ത് നിന്നൊക്കെ ഒരു നമ്മുടെ 18 മാർക്സിനകത്ത് ഒരു 4 to 5 മാർക്സ് എന്തായാലും ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം മിനിമം. അപ്പോൾ അതിനകത്തുനിന്ന് ഉള്ള ചോദ്യങ്ങൾ മാക്സിമം കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, ഹലോ. അപ്പം നമ്മൾ ഇന്ന് ടൈപ്സ് ഓഫ് കപ്ലിംഗ്, സർക്യൂട്ട്സിനകത്ത് കപ്ലിങ്ങിന്റെ ടൈപ്സ് നമുക്ക് നോക്കാം. അപ്പം ടൈപ്സ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ജനറലി ത്രീ ആയിട്ട് 4 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ഫസ്റ്റ് 3 ആണ് നമ്മൾ പഠിക്കേണ്ടത്. ദാറ്റ് ഈസ് RC കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് പലപ്പോഴും. വെച്ചാൽ RC കപ്പിൾഡ് കോമൺ മീറ്റർ പഠിക്കത്തില്ലേ, അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കപ്പിളിങ് ഏതാണ്? RC കപ്പിൾഡ് ആണ്. പിന്നെ ഡയറക്റ്റ് കപ്പിൾഡ് ഉണ്ട്, പിന്നെ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ഉണ്ട്. ട്രാൻസ്ഫോമർ കപ്പിൾഡ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ക്ലാസ് എ പവർ ആംപ്ലിഫയറിനകത്ത് യൂസ് ചെയ്യുന്ന ആ കപ്പിളിങ്ങിന്റെ. ഓക്കെ, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ, പിന്നെ ഇംപെഡൻസ് കപ്പിൾഡ് ആംപ്ലിഫയർ ഉണ്ട്. സോ നമുക്ക് പഠിക്കേണ്ടത് ഫസ്റ്റ് 3 ടൈപ്സ് ഓഫ് കപ്ലിംഗ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഡയറക്റ്റ് കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഓക്കെ, ഡയറക്റ്റ് കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. അപ്പം ഈ തിയറി ടോപ്പിക്സാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ഞാൻ തിയറി എല്ലാം വെച്ചിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ അതിനായിട്ട് പഠിക്കേണ്ടി വരും കേട്ടോ. എക്സെപ്റ്റ് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ചെയ്ത് ടേൺസ് റേഷ്യോ വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് ചോദിച്ചാലായി, എല്ലാത്തിനും കൂടുതൽ ഇങ്ങനെ തന്നെ പറയാം. ഓക്കെ, സോ ഈ ഒരു ആംപ്ലിഫയർ എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി. ഓക്കെ, ലോ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് കപ്പിൾഡ് ട്രാൻസ്ഫോമർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് പോവുക. ബിക്കോസ് ഒബ്ജക്റ്റീവ് വരുമ്പോഴത്തേക്കും എങ്ങനെയും ചോദിക്കാം. ഓക്കെ, ലോ ഫ്രീക്വൻസി വരുമ്പോഴത്തേക്കും +10 Hz, ഓക്കെ, +10 Hz ആ ഒരു റേഞ്ചിലുള്ള ലോ ഫ്രീക്വൻസി ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജനറലി സർക്യൂട്ട്സിനകത്ത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ തെർമോ കപ്പിൾ കറണ്ട് അതൊക്കെ ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ആണ്. അത് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഡയറക്റ്റ് കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന്റെ ഫിഗർ. നിങ്ങൾക്ക് കാണാം, ഇതൊരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഒരു ആംപ്ലിഫയർ, അനദർ ആംപ്ലിഫയർ. ഓക്കെ, നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിന്റെ കോൺഫിഗറേഷനും അതിന്റെ ഇതല്ല, ബയാസിംഗ് അല്ല ഞാൻ പറയുന്നത്, തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു നോക്കിക്കേ. ആദ്യത്തെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട്, അതായത് ആദ്യത്തെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ബേസ്. അതിന്റെ ബേസിലേക്ക് ഡയറക്ട്ലി കണക്ട് ചെയ്തിരിക്കുകയാണ് കണ്ടോ. അപ്പൊ ഇവിടെ 2 മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആണ്, 2 സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. ഇവിടെ ഈ 2 സ്റ്റേജും കണക്ട് ചെയ്തിരിക്കുന്നത് ഡയറക്ട്ലി കപ്പിൾഡ് ആയിട്ടാണ്. ഓക്കെ, ഇടയ്ക്ക് എലമെന്റ്സ് ഒന്നും തന്നെ ഇല്ല. ഇതിനെയാണ് ഡയറക്ട്ലി കപ്പിൾഡ്, ഡയറക്റ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ.
ബാക്കി R1 R2 അതിന് സാധാ ബേസിക്കിന്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് കപ്ലിംഗ് കാണിക്കുന്നേ ഉള്ളൂ. ഫിഗർ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഫിഗർ ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറ്റുന്നത്, ബിക്കോസ് ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയുന്നത് എന്ത് കാരണമാണ്, കപ്ലിംഗ് കപ്പാസിറ്റേഴ്സും ബൈപ്പാസ് കപ്പാസിറ്റേഴ്സും കാരണമല്ലേ. അപ്പോൾ ഈ ലോ ഫ്രീക്വൻസി ആംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യത്തില്ല. ഓക്കെ, അതാണ് ഇതിനകത്ത് പ്രത്യേകത. കണ്ടോ, നിങ്ങൾ ആ സർക്യൂട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്ററും ബൈപ്പാസ് കപ്പാസിറ്ററും യൂസ് ചെയ്തിട്ടില്ല, ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XC = 1/2πfc ആണ്. സോ ഫ്രീക്വൻസി ലോ ആണെങ്കിൽ XC എന്ന് പറയുന്നത് വളരെ ലാർജ് ആയിരിക്കും. സോ നമ്മൾ കപ്പാസിറ്റി ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, വാല്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വെരി വാല്യൂസ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. അത് കാരണം എന്താ പറ്റുന്നത്, കപ്പാസിറ്റേഴ്സിന്റെ സൈസ് ലാർജ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബിക്കം എക്സ്പെൻസീവ്. ഓക്കെ, ദാറ്റ് ഇസ് ദ റീസൺ. അപ്പം ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടി സ്റ്റേജിനകത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു നെക്സ്റ്റ് സ്റ്റേജ് ആയിരിക്കും, വിത്തൗട്ട് എനി കപ്പാസിറ്റേഴ്സ് ഒന്നും ഇല്ലാണ്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഹെൻസ് ദ നെയിം ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ. ഓക്കെ, ദാറ്റ് ഈസ് ദ റീസൺ. സി, ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു 2 ആംപ്ലിഫയർ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ആദ്യത്തെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ ആംപ്ലിഫൈ ചെയ്യേണ്ട വീക്ക് സിഗ്നൽ നമ്മൾ ആദ്യത്തെ ബേസിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ ആ ആദ്യത്തെ ട്രാൻസിസ്റ്റർ, ആദ്യത്തെ ആംപ്ലിഫയർ, ഓക്കെ, Q1 ട്രാൻസിസ്റ്ററുള്ള ആദ്യത്തെ ആംപ്ലിഫയർ എന്താ പറ്റുന്നത്, ഇറ്റ് വിൽ ആംപ്ലിഫൈ എന്താ ചെയ്യുന്നത്, ഇറ്റ് വിൽ ആംപ്ലിഫൈ ദാറ്റ് വീക്ക് സിഗ്നൽ. ഈ ആംപ്ലിഫൈ ചെയ്ത വീക്ക് സിഗ്നൽ നമ്മൾ അടുത്ത ആംപ്ലിഫയറിന്റെ ബേസിലേക്ക് കൊടുക്കും. ഓക്കെ, ഇതിനെ ഇനി വേണമെന്നുണ്ടെങ്കിൽ വേറെ സ്റ്റേജിലേക്ക് കൊടുക്കാം. കണ്ടോ, ഫസ്റ്റ് ആംപ്ലിഫയർ ആണിത്. ഫസ്റ്റ് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന സിഗ്നലിനെ അത് ആംപ്ലിഫൈ ചെയ്തിട്ട് എവിടേക്ക് കൊടുക്കും, അടുത്ത സ്റ്റേജിലേക്ക് കൊടുക്കും, വീണ്ടും അത് ആംപ്ലിഫൈ ചെയ്യും. സോ നമുക്ക് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാസ്കേഡിങ് കൂട്ടിയാൽ മതി. ഓക്കെ, പക്ഷെ ഡയറക്റ്റ്ലി കപ്പിൾഡ് ആണെന്ന് ഓർക്കണം. ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ലോ ഫ്രീക്വൻസി ആംപ്ലിഫൈ ചെയ്യേണ്ടത്, ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയുന്നില്ല. കണ്ടോ, ലോ ഫ്രീക്വൻസിയിൽ ഒരു നല്ല ഗെയിൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഹൈ ഫ്രീക്വൻസിയിൽ മാത്രമാണ് ഗെയിൻ കുറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. So middle frequency region amplification remain constant ആയിരിക്കും. ഇറ്റ് ഈസ് assumed to be unity. പിന്നെ ഒരു ഫ്രീക്വൻസി, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി കഴിയുമ്പോഴത്തേക്കും ഗെയിൻ കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ റെസ്പോൺസിൽ. ഓക്കെ, അതിന്റെ കാരണം ഇന്റർണൽ കപ്പാസിറ്റൻസ് കാരണം, ഇന്റർ ഇലക്ട്രോഡ് ജംഗ്ഷൻ കപ്പാസിറ്റൻസ്, വയറിംഗ് കപ്പാസിറ്റൻസ് ഒക്കെ കാരണമാണ് ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ഇവിടെ ഗെയിൻ കുറയുന്നതായിട്ട് അല്ലേ, ഗെയിൻ കുറയുന്നതായിട്ട് കാണാം. സോ ഇതാണ് ഡയറക്റ്റ് കപ്പിൾഡ്. ഇതിന്റെ അഡ്വാൻറ്റേജസും പഠിച്ചു വെക്കുക. ലോ കോസ്റ്റ് ആണ്, സിമ്പിൾ സർക്യൂട്ട് ആണ്, കപ്ലിംഗ് ഡയറക്ട്ലി അല്ലേ ചെയ്തത്. സോ ഇറ്റ് ക്യാൻ ആംപ്ലിഫൈ ലോ ഫ്രീക്വൻസി സിഗ്നൽ. പിന്നെന്താണ്, ഫ്രീക്വൻസി റെസ്പോൺസ് ഫ്ലാറ്റ് ആണ് അല്ലേ, അപ് ടു അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ഫോൾ, അതുവരെ ഫ്ലാറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ നമുക്ക് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഓൾസോ ഇതിന് ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി പുവർ ആണ് കേട്ടോ. ഇത് നിങ്ങൾ ഇങ്ങനെ ഡെറിവേഷനും പ്രൂഫും അനാലിസിസും ഒന്നുമില്ല, യു ലേൺ ലൈക്ക് ദിസ്. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പറയുന്നുണ്ട്, ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ലോ കറണ്ട്, ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന്റെ ഒക്കെ വരുന്ന കേസ് നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞില്ലേ. സോ ലോ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഇത് യൂസ് ചെയ്യും. ഓക്കെ, അതിവിടെ പറയുന്നുണ്ട് നമ്മുടെ ട്രാൻസ്ഡ്യൂസറിന്റെ ഔട്ട്പുട്ടൊക്കെ, ദാറ്റ് ഈസ് എ ലോ കറണ്ട് ആംപ്ലിഫയർ. അവിടെ പറയുന്നുണ്ട് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ആൻഡ് തെർമോ, ഇത് ലോ കറണ്ട് ആപ്ലിക്കേഷൻ ആണ്. low current applications അവിടെയും നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഓക്കെ, പിന്നെ പറയുന്നത് ഡയറക്ട്ലി കപ്പിൾഡ് ആംപ്ലിഫയേഴ്സ്. Direct coupled amplifiers are used when the load is directly in series with the output terminal of the active circuit elements such as headphone, loudspeaker. ഈ ഒരു കേസിലാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. സം ഓഫ് ദ അതർ ആപ്ലിക്കേഷൻ ഓൾസോ ഇൻക്ലൂഡ്സ് പൾസ് ആംപ്ലിഫയർ. അപ്പോൾ ഇവിടെ പറയുമ്പോഴത്തേക്ക് ലോഡ് ഈസ് ഡയറക്ട്ലി ഇൻ സീരീസ് വിത്ത് ദ ഔട്ട്പുട്ട് ടെർമിനൽ ഓഫ് ദ ആക്റ്റീവ് സർക്യൂട്ട്. ഹെഡ്ഫോൺ, ലൗഡ് സ്പീക്കർ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് കപ്ലിംഗ് ആംപ്ലിഫയർ ആണ്.
ഓക്കെ, പിന്നെ വരുന്നത് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കോമൺ എമിറ്റർ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ഒക്കെ. ഇവിടെ മൾട്ടി സ്റ്റേജ് വെച്ച് കാണിച്ചിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ പഠിച്ച ഒരു ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഒരു സർക്യൂട്ട് ആണ് അല്ലേ, പോർഷൻ പറയുന്നത്. ഇത് അടുത്ത സ്റ്റേജിലേക്ക് കപ്പിൾ ചെയ്ത് കൊടുത്തിരിക്കുക. ദിസ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റേജ്. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് അപ്പം നോക്കിയാൽ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം ഔട്ട്പുട്ട്. ഇവിടെ ഒരു ആർ റെസിസ്റ്റർ വരുന്നുണ്ട്. ഓക്കെ, ദെൻ റെസിസ്റ്റർ, ദെൻ കപ്പാസിറ്റർ. കണ്ടോ, അവിടെ നിന്നാണ് ഔട്ട്പുട്ട് പോയിരിക്കുന്ന ഔട്ട്പുട്ട് പിന്നെ നമ്മൾ ബേസിലേക്ക് കൊടുക്കും അല്ലെ, അടുത്ത സ്റ്റേജിന്റെ ഇൻപുട്ടായ Q2 ബേസിലേക്ക് കൊടുക്കും. അപ്പൊ ഇവിടെ കപ്ലിംഗ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് എൻ്റെ പേര് ആർ സി കപ്പിൾഡ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് RC1 CC1 വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ റീസൺ വൈ കൊണ്ട് റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ പറയും. രണ്ട് സ്റ്റേജിനിടയിൽ ഡയറക്റ്റ് ആയിട്ട് എന്താ കൊടുക്കുന്നത്, RC എലമെന്റ്സ് വെച്ചിട്ട് കപ്പിൾ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കണ്ടോ, ഓക്കെ. അതിപ്പം ഇത് സർക്യൂട്ടിനെ പറ്റി പറഞ്ഞിരിക്കാം, അത് ആവശ്യമില്ല. റെസിസ്റ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് ബയാസിങ്ങിനാണ്. ഓക്കെ, സ്റ്റെബിലൈസേഷൻ നെറ്റ്വർക്കിന് സിഗ്നൽ ഡെവലപ്ഡ്. കണ്ടോ, ആദ്യത്തെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അക്രോസ് ദ കളക്ടർ റെസിസ്റ്റർ RC1 ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, സി ഫസ്റ്റ് സ്റ്റേജ് RC1 അക്രോസ് ദ RC1 ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ടു ദ സെക്കൻഡ് സ്റ്റേജ് ത്രൂ ഏത് എലമെന്റ്, ത്രൂ C1. അല്ല, ത്രൂ C1 വഴിയാണ് നമ്മൾ CC1 വഴിയാണ് നമ്മൾ Q2 അടുത്ത സ്റ്റേജിന്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. See, as the coupling from one stage to the next stage is obtained by means of a coupling capacitor. Okay. And as the coupling from one stage to the next stage is obtained by a coupling capacitor followed by a connection to a shunt capacitor resistor. ഈ ആംപ്ലിഫയേഴ്സ് നമ്മൾ റെസിസ്റ്റൻസ് കപ്പിൾഡ് RC കപ്പിൾഡ് ആംപ്ലിഫയർ നമ്മൾ പറയും. ഓക്കെ, എമിറ്റർ ബൈപ്പാസ് എമിറ്റർ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്തില്ലെങ്കിൽ ഈ CE എന്ന് പറയുന്നത് CE ആണ്. ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ ഗെയിൻ പറയും. അത് നമ്മൾ ഓൾറെഡി RC കപ്പിളിൽ പഠിക്കുന്നതാണ്. അപ്പം ആദ്യം നമ്മൾ ഇൻപുട്ട് ഫസ്റ്റ് സ്റ്റേജിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, ആ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ അക്രോസ് നമുക്ക് ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഈ ആംപ്ലിഫൈഡ് സിഗ്നൽ നമ്മൾ അടുത്ത ട്രാൻസിസ്റ്ററിന്റെ അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിന്റെ ബേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, ത്രൂ എ കപ്ലിംഗ് കപ്പാസിറ്റർ CC ആണ്. ഇവിടെ CC1 അല്ലേ, CC1 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതിന് അടുത്ത സ്റ്റേജ് ആംപ്ലിഫൈ ചെയ്യും. അന്നേരം അത് കാരണം എന്താ പറയുന്നത്, ഓവറോൾ ഗെയിൻ പിന്നെയും കൂടും. ഓക്കെ, പിന്നെ ഇവിടെ ഇപ്പം 2 സ്റ്റേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് RC കപ്പിൾഡ് ആയിട്ട് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. രണ്ടാമത്തെ സ്റ്റേജും വീണ്ടും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കും അല്ലേ. അപ്പൊ അത് കാരണം ഇവിടെ പറയുന്നേ ഉള്ളൂ, രണ്ടെണ്ണം കാസ്കേഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഫേസ് ഓഫ് ദ ഔട്ട്പുട്ടും ഫേസ് ഓഫ് ദ ഇൻപുട്ട് സെയിം ആണ്. ബിക്കോസ് ആദ്യത്തെ സ്റ്റേജ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കും, രണ്ടാമത്തെ സ്റ്റേജ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കും. അപ്പൊ ആ ഫേസ് ഷിഫ്റ്റ് ക്യാൻസൽഡ് ആകും. അതുകൊണ്ടാണ് അവർ പറയുന്നത്. RC കപ്പിൾഡ് ആംപ്ലിഫയറിനകത്ത് നമ്മൾ ഓൾറെഡി പഠിച്ച ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. RC കപ്പിളിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പൊ അവിടെ ലോ ഫ്രീക്വൻസിയിലും ഹൈ ഫ്രീക്വൻസിയിലും ഗെയിൻ ഫോളോ ചെയ്യുന്നുണ്ട്. മിഡിൽ ഫ്രീക്വൻസിയിലായിരിക്കും ഗെയിൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കാണാൻ കഴിയുന്നില്ല. മാക്സിമം ഗെയിൻ നിയർ ടു യൂണിറ്റി ഉണ്ട്. ഇവിടെ മിഡ് ബാൻഡ് ഗെയിൻ കോൺസ്റ്റന്റ് ആണ്. ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയുന്നുണ്ട്. കപ്പാസിറ്റേഴ്സ് കാരണം ഹൈ ഫ്രീക്വൻസിയിലും ഗെയിൻ കുറയുന്നുണ്ട്. ഓക്കെ, ആ മിഡില് പിന്നെ നമ്മുടെ 3 dB ഫ്രീക്വൻസി ഒക്കെ ഹയറിൽ നിന്ന് 3 dB താഴോട്ട് ഉള്ള ഫ്രീക്വൻസിയാണ് എന്ത് താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ F1 ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി കിട്ടും. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിക്കും ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസിക്കും ഇടയ്ക്കുള്ള റീജിയനാണ് എന്ത് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. RC കപ്പിൾഡ് ആംപ്ലിഫയറിനകത്ത് ഒന്നുമില്ല. ഇവിടെ 3 റീജിയൻ ഉണ്ട്. വൺ ഈസ് ദിസ് ലോ ഫ്രീക്വൻസി റീജിയൻ, പിന്നെന്താണ് മിഡ് ഫ്രീക്വൻസി റീജിയൻ, അതോട് ഹൈ ഫ്രീക്വൻസി റീജിയൻ. ലോയിലും ഹൈയിലും ഗെയിൻ കുറയുന്നുണ്ട് അല്ലേ. മിഡിലാണ് മാക്സിമം ഗെയിൻ ഈക്വൽ ടു ഓൾമോസ്റ്റ് യൂണിറ്റി വരുന്നത്. ഓക്കെ, അതിന്റെ 3 dB താഴെയാണ് 0.707. അപ്പൊ ആ 3 dBയിലുള്ള ഫ്രീക്വൻസിയാണ് എന്ത് ഈ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, അറ്റ് ദ സെയിം ടൈം ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അതിന്റെ ഇടയ്ക്കുള്ളതിനെ നമ്മൾ 3 dB ബാൻഡ്വിഡ്ത്ത് എന്ന് നമ്മൾ പറയും. ഓക്കെ, 3 റീജിയനുണ്ട്. ഓക്കെ, ലോ ഫ്രീക്വൻസി റീജിയനകത്ത് റിയാക്ടൻസ് ഹൈ ആണ്. ഹെൻസ് വോൾട്ടേജ് ഗെയിൻ ഫോഴ്സ് ലോ ഫ്രീക്വൻസി. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മിഡ് ഫ്രീക്വൻസി റീജിയനിൽ വോൾട്ടേജ് ഗെയിൻ കോൺസ്റ്റന്റ് ആണ്. എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ് ആണെന്ന് വരുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ,
ഓക്കെ. സോ ഇവിടെ ഹൈ ഫ്രീക്വൻസിയിൽ എന്താ പറ്റുന്നത്, ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്കും അറ്റ് ദ സെയിം ടൈം വോൾട്ടേജ് ഗെയിൻ കുറയുകയും ചെയ്യും. ഓക്കെ, ഇത് മിഡ് ഫ്രീക്വൻസിയുടെ കാര്യമാണ് പറയുന്നത്. മിഡ് ഫ്രീക്വൻസിയിൽ വോൾട്ടേജ് ഗെയിൻ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ റീസൺ ഉണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ഹൈ ഫ്രീക്വൻസി ഉണ്ട്, ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ ഗെറ്റ് റെഡ്യൂസ്ഡ്. ഓക്കെ, അതിന്റെ റീസൺ അറിയാം നിങ്ങൾക്ക് അല്ലേ. നമ്മുടെ ഇന്റർ ജംഗ്ഷൻ കപ്പാസിറ്റൻസ്, വയറിംഗ് കപ്പാസിറ്റൻസ്, സ്ട്രേ കപ്പാസിറ്റൻസ് ഒക്കെ പറയും. അത് കാരണമാണ് കേട്ടോ കുറയുന്നത്. അത് ഇവിടെ പറയുന്നുണ്ട്. അത് കാരണമാണ് ഗെയിൻ റെഡ്യൂസ് ചെയ്തത്, ഹൈ ഫ്രീക്വൻസിയിൽ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ അഡ്വാൻറ്റേജ് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഹാസ് ഗോട്ട് അല്ലേ നല്ല ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. അതിൽ നമുക്ക് ഓൾമോസ്റ്റ് ഫ്രീക്വൻസി യൂണിറ്റ് ഫീൽഡ് ചീപ്പറാണ്. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള ഒന്നും ഇല്ലാത്ത കോമ്പാക്ട് സർക്യൂട്ടാണ്. ലോ വോൾട്ടേജ് ആൻഡ് പവർ ഗെയിൻ. ഓക്കെ, ദെൻ ടെൻഡൻസി ടു ബിക്കം നോയ്സ് വിത്ത് ഏജ്. അതെല്ലാ സർക്യൂട്ടുള്ളതാണ്. ഇംപെഡൻസ് മാച്ചിങ് ഈസ് പുവർ. ഇംപെഡൻസ് മാച്ചിങ് നല്ലതാകുമ്പോഴത്തേക്കും നമ്മൾ ട്രാൻസ്ഫോമർ കപ്ലിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവിടെ. പക്ഷേ RC കപ്ലിംഗ് ആകുമ്പോഴത്തേക്ക് ഇംപെഡൻസ് മാച്ചിങ് എന്ന് പറയുന്നത് പുവർ ആയിരിക്കും കേട്ടോ. ലോഡിങ് ഇഫക്റ്റും കൂടി വരും ഇവിടെ. സോ ഇംപെഡൻസ് മാച്ചിങ് ഈസ് പുവർ. വൈഡ്ലി യൂസ്ഡ് അല്ലേ, വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ടല്ലേ നമ്മൾ RC കപ്പിളിൽ പഠിക്കുന്നത്. പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ സ്റ്റേജിലാണ്. ഫൈനൽ സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പവർ ആംപ്ലിഫയേഴ്സ് ആണ്. ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വോൾട്ടേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. വോൾട്ടേജ് ആംപ്ലിഫയർ ആണ് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്. ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ പവർ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ. ഞാനിത് നിങ്ങളെ ട്രാൻസ്ഫോമർ കപ്പിളിങ്ങിന് വേണ്ടിയിട്ട് കാണിക്കാൻ എടുത്തിരിക്കുന്ന ഒരു ഫിഗറാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത് നമ്മുടെ ക്ലാസ് എ, നിങ്ങൾ എടുത്താൽ മതി. ക്ലാസ് എ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനകത്ത് ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല അതിനുശേഷം വരുന്ന പുഷ് പുൾ ആംപ്ലിഫയേഴ്സ് ഒക്കെ ട്രാൻസ്ഫോമർ കപ്ലിംഗ് യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിക്കേ, ആദ്യത്തെ ഒരു സ്റ്റേജ് ഇവിടെ ഫുൾ കപ്ലിംഗ് കണ്ടോ. ഇൻപുട്ടിനെ കപ്പിൾ ചെയ്താണ് Q1ലേക്ക് കൊടുത്തിരിക്കുന്നത് ത്രൂ ട്രാൻസ്ഫോമർ. ആദ്യത്തെ സ്റ്റേജിന്റെ ഔട്ട്പുട്ട്. ഓക്കെ കണ്ടോ, അവിടെ നമ്മൾ ആ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നില്ല, പകരം RC പകരം വി ആർ അഗെയിൻ യൂസ് പ്രൈമറി ഓഫ് എ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് കപ്ലിംഗ് നടക്കുന്നത്. ഓക്കെ, അതുവഴി സെക്കൻഡറിയിൽ കിട്ടും. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. സോ അതാണ് ആ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുന്നത്. സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ടിലേക്ക് ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് പോകും. പക്ഷേ ഡയറക്ട് കപ്ലിംഗ് അല്ല, റെസിസ്റ്റന്റ് കപ്പാസിറ്റർ വെച്ചിട്ടുള്ള കപ്ലിംഗ് അല്ല, ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ സ്റ്റേജിന്റെ ഔട്ട്പുട്ടിന്റെ രണ്ടാമത്തെ സ്റ്റേജിന്റെ ഇൻപുട്ടിലേക്ക് എന്ത് കപ്പിൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേകൂട്ടി ഇവിടെ ഔട്ട്പുട്ടിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇൻപുട്ടും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് ഔട്ട്പുട്ട് സൈഡിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സി അല്ല ഇൻപുട്ടിൽ അവിടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് കൊടുക്കുന്ന AC സിഗ്നൽ വോൾട്ടേജ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതിന്റെ വോൾട്ടേജ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ടിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബിറ്റ്വീൻ ദ സ്റ്റേജസ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്താണ് പറയാ, ലോഡ് മാച്ച് ചെയ്യാൻ പറ്റുമ്പോഴാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് ഡൗൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പർ മാച്ചിങ്ങിന് വേണ്ടിയിട്ട്, ലോഡ് മാച്ചിങ്ങിന്, ഇംപെഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ടേൺസ് റേഷ്യോ കറക്റ്റായിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ടേൺസ് റേഷ്യോ പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ അവിടെ ഇംപെഡൻസ് മാച്ചിങ് മിസ്മാച്ച് ആവും. ഓക്കെ, ഇവിടെ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ റീസൺ. യൂസ് ചെയ്യുന്ന ബൈപാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. ഔട്ട്പുട്ട് സ്റ്റേജിൽ വേണ്ടി അടുത്ത സ്റ്റേജിലേക്ക് കപ്പിൾ ചെയ്യാനായിട്ട് നമ്മൾ CC അങ്ങനെയുള്ള കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ വർക്കിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ആണ്. ഇൻപുട്ട് AC സിഗ്നൽ നമ്മൾ കൊടുക്കുന്നത് എവിടെയായിരിക്കും, ആദ്യത്തെ സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ ഇൻപുട്ടിലായിരിക്കും. അപ്പൊ അത് ആ ട്രാൻസിസ്റ്റർ ആ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇൻപുട്ടിലായിരിക്കും. അപ്പോൾ ആ സ്റ്റെപ്പ് അപ്പ് ആയതുകൊണ്ട് ആ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും. ഓക്കെ, ആ ആംപ്ലിഫൈ ചെയ്ത സിഗ്നലാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഫസ്റ്റ് സ്റ്റേജിലേക്ക് കൊടുക്കുന്നത്. ആ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് that will be amplified and it will be given to the next stage through the secondary winding. ഇങ്ങനെ നമുക്ക് എന്താണ് ഫർദർ ആംപ്ലിഫൈ ചെയ്ത് പോകാം ബൈ കണക്ടിങ് മോർ സ്റ്റേജസ്. അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് പറഞ്ഞാൽ വളരെ പുവർ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് പുവറാണ്. പുവർ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ട്രാൻസ്ഫോമർ കപ്ലിംഗ് യൂസ് ചെയ്യുന്നത്. ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഈസ് വെരി പുവർ.
അറ്റ് ലോ ഫ്രീക്വൻസീസിൽ എന്താ പറ്റുന്നത്, റിയാക്ടൻസ് ഡിക്രീസ് ചെയ്യുന്നത് കാരണം ഗെയിൻ കുറയും. ഹൈ ഫ്രീക്വൻസിയിൽ ഇന്റർ വൈൻഡിങ് കപ്പാസിറ്റൻസ് ബിക്കോസ് അതൊക്കെ കാണാം. ഓക്കെ, സി ദീസ് ഈ കപ്പാസിറ്റേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട് വിച്ച് വിൽ റെഡ്യൂസസ് ദ ഗെയിൻ. ആൻഡ് ഓൾസോ പിന്നെന്താണ് നമ്മുടെ ഇന്റർ ജംഗ്ഷൻ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇന്റർ ജംഗ്ഷൻ കപ്പാസിറ്റേഴ്സ് ഹൈ ഫ്രീക്വൻസിയിലും എന്താണ് ഗെയിൻ കുറയ്ക്കും. ഓക്കെ, ലോ ഫ്രീക്വൻസിയിലും ഹൈ ഫ്രീക്വൻസിയിലും ഗെയിൻ കുറയ്ക്കും. സോ ദർ വിൽ ബി ഇറഗുലാരിറ്റീസ് ഓവർ ദ കംപ്ലീറ്റ് റേഞ്ച് ഓഫ് ദ ഫ്രീക്വൻസി ട്രാൻസ്ഫർ കംപ്ലീറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഓർത്താൽ മതി. അങ്ങനെ ഫ്രീക്വൻസി റെസ്പോൺസ് ത്രൂ ഔട്ട് പുവർ ആയിരിക്കും. നോട്ട് ഓൺലി അറ്റ് ഹൈ ഫ്രീക്വൻസി ആൻഡ് ലോ ഫ്രീക്വൻസി, മിഡിൽ വരെ അത് പുവർ ആയിരിക്കും. ഓക്കെ, അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയാം മോർ എഫിഷ്യൻസി ആൻഡ് ഓൾസോ ഇംപെഡൻസ് മാച്ചിങ്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇംപെഡൻസ് മാച്ചിങ് യൂസ് ചെയ്യുന്ന വഴി ഗെയിൻ എന്ന് പറയുന്നത് ഹൈ വരും. ഓക്കെ, ഗെയിൻ നമുക്ക് ഹൈ ഗെയിൻ കിട്ടും. ദാറ്റ് ഈസ് വൈ വി സേ ഇറ്റ് ഈസ് എഫിഷ്യന്റ് ദാൻ RC കപ്പിൾഡ് ആംപ്ലിഫയർ. ഗെയിൻ കൂടുതൽ കിട്ടും. ഓക്കെ, ഗെയിൻ ഒരു മിഡ് ഫ്രീക്വൻസി ഗെയിൻ ഒക്കെ നോക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ. ഓക്കെ, ഇറ്റ് വിൽ ബി മോർ കമ്പയർഡ് ടു RC കപ്പിൾഡ് ആംപ്ലിഫയർ. കാരണം ഗെയിൻ ഇവിടെ ലോഡിങ് ഇഫക്റ്റ് ഇംപെഡൻസ് മിസ്മാച്ച് വരുന്നില്ല. അന്നേരം ആ ഗെയിൻ കുറയുന്നത്. ഇവിടെ ഇംപെഡൻസ് മിസ്മാച്ചിങ് എക്സലന്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഗെയിന് ഹൈ ഗെയിൻ ആണ്. ഓക്കെ, കപ്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇഫക്റ്റീവ് കപ്ലിംഗ് ഈസ് യൂസ്ഡ് ബിക്കോസ് ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രീക്വൻസി റെസ്പോൺസ് പുവർ ആണ്. ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബൾക്കി ആയിരിക്കും സിസ്റ്റം. ഓക്കെ, ദെൻ ട്രാൻസ്ഫോമർ കപ്ലിംഗിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലേ, നോയിസ് ആണ്. ട്രാൻസ്ഫോമേഴ്സിൽ വരുന്ന നോയിസ് ആണ്. ഇറ്റ് വാസ് ഹം ഇൻ ദ ഔട്ട്പുട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് RC ടൈപ്സ് ഓഫ് കപ്ലിംഗിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ സിലബസിനകത്ത് ഈ 3 ടൈപ്സ് ഓഫ് കപ്ലിംഗ് ആണുള്ളത്. തിയററ്റിക്കൽ തന്നെയാണ് നോക്കുക. പിന്നെ എവിടെയെങ്കിലും MCQs ഒക്കെ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്ത് നോക്കുക. തന്നെയാ ട്രാൻസ്ഫോമർ കപ്ലിങ്ങിന്റെ ഞാൻ നിങ്ങളെ മൾട്ടി സ്റ്റേജിൽ ചെയ്യിച്ചിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. അവിടെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് വല്ല ഇടുവാണെങ്കിൽ അതിന്റെ ന്യൂമറിക്കലാണെന്ന് എഴുതി ഷെയർ ചെയ്തേക്കാം. ഓക്കെ, ഈ ട്രാൻസ്ഫോമർ കപ്ലിങ്ങിനെ പറ്റി ട്രാൻസ്ഫോമർ കപ്ലിങ്ങിനെ പറ്റി ഈ ടേൺസ് റേഷ്യോ, ഓക്കെ, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. ടേൺസ് റേഷ്യോ വെച്ചിട്ടുള്ള പ്രോബ്ലം ഉണ്ട് MCQ ഉണ്ട്, അതൊന്ന് ചെയ്യണം കേട്ടോ. ടേൺസ് റേഷ്യോ സെലക്ട് ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത നമുക്ക് കുറച്ച് MCQs ചെയ്യാം. ഓക്കെ, അപ്പം സെമി കണ്ടക്ടർ ഡിവൈസസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQസും അതേപോലെ തന്നെ ഫെറ്റിനെ ബേസ് ചെയ്യുന്ന കുറച്ച് തിയററ്റിക്കൽ MCQs ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, പ്ലസ് ന്യൂമറിക്കൽസ് ഉണ്ട്. SSB ഞങ്ങൾ SSB കുറേ കാര്യങ്ങൾ പഠിച്ചു, പക്ഷെ സിലബസിൽ ഇത്രയും പഠിക്കാവുന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം ഒരു എവിടെ നിന്ന് കിട്ടിയാലും SSBയുടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഓംസ് ലോ ഫോർ കണ്ടക്ഷൻ മെറ്റൽസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ് ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ് ആൻസർ. ഓക്കെ, ജെ എന്ന് പറയുന്നത് ഈക്വൽ ടു സിഗ്മ ആണ്. ഓക്കെ, ബിക്കോസ് വി നോ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് കറണ്ട് ഡെൻസിറ്റി J ഇൻറ്റു ഏരിയ ആണ്. ഓക്കെ, വാട്ട് ഈസ് J is equal to sigma E into A ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ length. Okay, into A ആണ്. Okay, that is equal to what is R is equal to L by rho A. Okay, so this can be written as V by R omega. Okay, L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് B is the voltage applied. Okay, so ഇതെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പറയാം ഓപ്ഷൻ A, J is equal to sigma E is the Ohm's law for conduction of materials. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് സെമികണ്ടക്ടർ കറന്റ് carriers ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. ഇത് സംശയമില്ല ഓപ്ഷൻ A ആണ് അല്ലേ. നമ്മൾ പഠിക്കുന്നുണ്ട് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനകത്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്പർ ഓഫ് ഹോൾസ് ഈക്വൽ ആണ്. സോ ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫോർ N ടൈപ്പ് സെമി കണ്ടക്ടർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വിത്ത് N is equal to ND, P is equal to എല്ലാം തരുന്നുണ്ട്. ചോദിച്ചിരിക്കുന്ന ഹോൾ കോൺസെൻട്രേഷൻ വിൽ ഫോൾ ബിലോ ദ ഇൻട്രിൻസിക്
value because some of the holes again direct question ആണ്. ഓക്കെ, റീകമ്പൈൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ. അത് കാരണമാണ് ഫോർ കോൺസെൻട്രേഷൻ ഫോർ ബിലോ ഇൻട്രിൻസിക് വാല്യൂയിലേക്ക് പോകുന്നത്. കുറച്ച് ഹോൾസ് വിൽ റീകമ്പൈൻ വിത്ത് ദ ഇലക്ട്രോൺസ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്കത് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സോ അപ്പൊ ഇവിടെ ആദ്യം ഒരു പറഞ്ഞിരുന്നത് ഡ്രിഫ്റ്റ് കറണ്ട് ആണ് അല്ലേ. ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് കറണ്ട് ഇറ്റ് ഈസ് ഡ്യൂ ടു വാട്ട്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. പിന്നെ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് കോൺസെൻട്രേഷന്റെ വ്യത്യാസം കൊണ്ടാണ് അല്ലേ. ഡിഫ്യൂഷൻ കറണ്ട് ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഓക്കെ, പിന്നെ ഐൻസ്റ്റീൻ റിലേഷൻ ഉണ്ട്. ശരിക്കും ഐൻസ്റ്റീൻ ഇക്വേഷൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, അവിടെ വരുമ്പോൾ നമ്മൾ എത്തിയിട്ടേ ഇല്ലായിരുന്നു. ത്രൂ ഔട്ട് എസ് പഠിക്കുമ്പോഴാണ് നമ്മൾ ആ ഐൻസ്റ്റീൻ ഇക്വേഷനിലേക്ക് പോകുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് ഓരോന്നും മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫെമിലിയർ ആവും. അതുകൊണ്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ പറയുന്നത്. ഐൻസ്റ്റീൻ റിലേഷൻ എന്ന് പറയുന്നത് ഐൻസ്റ്റീൻസ് റിലേഷൻ ഓർ ഐൻസ്റ്റീൻസ് ഇക്വേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ഗിവൺ ബൈ okay dq, that's the diffusion constant വെച്ചാ പറയുന്നത്, by mu p mobility is equal to electron the diffusion constant by mu n is equal to thermal voltage കേട്ടോ. അതാണ് ഐൻസ്റ്റീൻസ് റിലേഷൻ പറയുന്നത്. നാലാമത്തെ ഏതാണ് അവർ പറഞ്ഞിരിക്കുന്നത്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയും. ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇസ് ആക്ച്വലി ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഓക്കെ എന്ന് പറയും. ഓക്കെ, സോ രണ്ടാമത്തെ മാച്ച് ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. A2 ഇലക്ട്രിക് ഫീൽഡ് 2 ആണ്, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് 4 ആണ്, തെർമൽ വോൾട്ടേജ് 3 ആണ്. സോ 2 ഡിഫ്യൂഷൻ കറണ്ട് ബി അല്ലേ. ഇതിനകത്ത് ഓപ്ഷൻ എ ബി എന്ന് പറയുന്നത് എ കണക്റ്റഡ് ടു ഡ്രിഫ്റ്റ് കറണ്ട് കണക്റ്റഡ് ടു ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, പിന്നെ ഐൻസ്റ്റീൻ ആണ് രണ്ടാമത്തെ വരുന്നത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ്. ദാറ്റ്സ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ഓക്കെ, 2 then 4 2 then 4 3 and finally 1. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത നോക്കിക്കേ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ഹോൾ ഇഫക്റ്റിനെ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, ഹോൾ ഇഫക്റ്റ് ഈസ് ഓക്കെ ഹോൾ ഇഫക്റ്റ് ഓക്കെ. ഇവിടെ ഹോൾ ക്രിസ്റ്റൽ ക്യാൻ ബി യൂസ്ഡ് ആസ് എ മൾട്ടിപ്ലയർ ഓഫ് 2 സിഗ്നൽ. അത് ശരിയാണ്. ഓക്കെ, A is true. High voltage, whole voltage is proportional to the current or voltage applied in perpendicular direction across the whole crystal. അത് false ആണ്. സോ ഓപ്ഷൻ എ ട്രൂ ആണ്, പക്ഷെ ആർ എന്ന് പറയുന്നത് എന്താണ്? false ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആസ് എ ഫെർമി എനർജി ഓഫ് ഞാൻ തരുന്നേ ഉള്ളൂ, റൂട്ടൊക്കെ വരുന്നുണ്ട്. സോ എക്സാമിന് ചോദിച്ചത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാത്ത എക്സാമിനാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. സോ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് വേഗം ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. ഓക്കെ, so kinetic energy is equal to E, or what we can write V square is equal to 2E by M. Okay, so what is V? Velocity. If velocity is equal to root of 2E by M. Okay, that's equal to root of 2 into energy. Fermi energy level തന്നിട്ടുണ്ട് 8.8 into 10 to the power minus 90 divided by 9.1. Mass of the electron the question തന്നിട്ടുണ്ട് 10 raised to minus 30. Effective mass and rest mass തന്നിട്ടുണ്ട്. So you can use this equation. Answer 1.39 into 10 to the power 6.
8%. This is the answer. So answer is option B. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Consider the following statements. Impurity diffusion is used in semiconductor to control the conductivity of it. The nature of impurity profile should be such that, okay, again, the theory based question ആണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഈസ് ബോത്ത് 1 and 2 ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഡിക്രീസസ് വിത്ത് ഡിഫ്യൂഷൻ ഡെപ്ത്. സി ഇതിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അതിന്റെ ഡെറിവേഷൻ അനാലിസിസിലേക്ക് പോകുന്നില്ല. ഓക്കെ, ആൻഡ് ഓൾസോ പ്രൊഫൈൽ റിസൾട്ട്സ് ഇൻ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. കേട്ടോ, ഓപ്ഷൻ 1 and 2 ആണ് ഇതിനകത്ത് റൈറ്റ് ആൻസർ. ഓക്കെ, ബിക്കോസ് ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സി ഇമ്പ്യൂരിറ്റി concentration. Okay, it is non-homogeneous. Okay, it is a homogeneous അല്ല, it is a non-homogeneous diffusion ആണ് impurity concentration എന്ന് പറയുന്നത്. Okay. Now, the diffusion hole current density JP എന്ന് പറയുന്നത് it is proportional to the equation minus Q into the diffusion constant into dP by dx എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഡി പി എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് ഫോർ ഹോൾസ്. ഇതുകൊണ്ട് തന്നെ ഡിഫ്യൂഷൻ ഇലക്ട്രോൺ കറന്റ് ഡെൻസിറ്റിയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കേട്ടോ, ഡിഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റിലേറ്റഡ് ടു ഹോൾ ഇഫക്റ്റ്? ഓക്കെ, ഇതിനകത്ത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. കേട്ടോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 1 ട്രൂ ആണ്, ഓപ്ഷൻ 2 3 ട്രൂ ആണ്. ആൻഡ് ഓൾസോ ഡോപ്ഡ് സെമി കണ്ടക്ടർ, സോറി, ദിസ് ഈസ് ഒരു മിനിറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ്, ശരിയാണ്. അതിന്റെ കറക്റ്റ് ആണല്ലോ, ശരിയാണ്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദാറ്റ് ഈസ് ട്രൂ. ഹോൾ വോൾട്ടേജ് ഈസ് വെരി വീക്ക് ഇൻ മെറ്റൽസ് ബട്ട് ലാർജ് ഇൻ സെമി കണ്ടക്ടേഴ്സ്, അത് നമ്മൾ പഠിക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. പിന്നെ ഹോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് അത് ഓർത്താണ് കേട്ടോ, ഇറ്റ് ഈസ് വീക്ക് ഇൻ മെറ്റൽസ് ബട്ട് ഇറ്റ് ഈസ് ലാർജ് ഇൻ സെമി കണ്ടക്ടേഴ്സ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ദ മെഷർമെന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. സോ 1, 2, 4 ആൻഡ് റൈറ്റ് ആണ്. ദാറ്റ്സ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് in a degenerate semiconductor the major carriers are controlled by C. In a doped semiconductor the majority carriers are controlled by എന്താണ്? Fermi-Dirac distribution function ആണ് കേട്ടോ, Fermi-Dirac distribution function. Okay, so in doped semiconductor the majority carriers are controlled by Fermi-Dirac distribution function. Okay, so option A is the right answer. Okay, അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ തന്നിട്ടുണ്ട്, റീസണും തന്നിട്ടുണ്ട്. ട്രൂ ആണോ? അസേഷൻ ട്രൂ ആണെങ്കിൽ റീസൺ, അതിന്റെ റീസൺ അതും തന്നിട്ടുണ്ട്, അതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻട്രൻസിക് ഫെർമി ലെവൽ ഓഫ് എ സെമി കണ്ടക്ടർ ഡസ് നോട്ട് ലൈസ് എക്സാക്ട്ലി ഇൻ ദ മീഡിയം ഓഫ് ദ എനർജി ബാൻഡ് ഗ്യാപ്പ്. സോ എ ഈസ് ട്രൂ. ഓക്കെ, പക്ഷേ റീസൺ നോക്കിയ ഡെൻസിറ്റീസ് ഓഫ് ദ അവൈലബിൾ സ്റ്റേറ്റ്സ് ഇൻ ബാൻഡ് ഫംഗ്ഷൻ ബാൻഡ് ഓഫ് ദ സെമി കണ്ടക്ടർ, അത് ഫോൾസ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഫോൾസ്. ആണെന്ന് പറയുന്നത് ഫോൾസ് ആണ്. സോ 19 എന്ന് പറയുന്നത് ഏതാണ്? ക്വസ്റ്റ്യൻ ഓഫ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. Okay, A is true ആണ്, A is true but R is false. Okay, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
Okay. The conductivity of a semiconductor crystal is due to ഇത് ഡാർക്ക് ക്വസ്റ്റൻ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ഇലക്ട്രോൺസ് ആസ് വെൽ ആസ് ഡ്യൂ ടു ഹോൾസ്. സോ എൻ ന്യൂ എൻ പ്ലസ് പി ന്യൂ പി ഓക്കെ ഇൻറ്റു ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ ഇലക്ട്രിക് ഫീൽഡ് sigma is equal to q into e okay into ഇലക്ട്രോണിക് ചാർജ് വരും. ഓക്കെ mu p എന്ന് പറയുന്നത് മൊബിലിറ്റി ആണ്. n p എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷനും ഹോളിന്റെ കോൺസെൻട്രേഷനാണ്. e എന്ന് പറയുന്നത് ഇലക്ട്രോൺ ചാർജ് ആണ്. ഓക്കെ സോ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് ഓൾസോ ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞാൽ എന്നിന്റെ പീഡ് ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ്. എന്ന് പറയുന്നത് എന്താണ്? എൻ സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ സി മൈനസ് ഇ എഫ് ബൈ കെ ടി ആണ്. ഓക്കെ എൻ സി എന്താണ്? എൻ സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ഡെൻസിറ്റി. ഓക്കെ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് ആണ് എൻ സി എന്ന് പറയുന്നത്. ഇ എഫ് എന്ന് പറയുന്നത് ഫെർമിയുടെ ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ഇറ്റ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു മറ്റെല്ലാം വരുന്നുണ്ട്. മൊബിലിറ്റി, ഇലക്ട്രിക് ഡെൻസിറ്റി, ഇലക്ട്രോണിക് ചാർജും വരുന്നുണ്ട്. വരാത്ത ഏതാണ്? സർഫസ് സ്റ്റേറ്റ് ഇൻ ദ സെമി കണ്ടക്ടർ ആണ്. The excess carriers are generated in a sample of n-type semiconductor by shining light at one bread. Okay, the current flow in the excess carrier എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ കറണ്ട് ഫ്ലോ ശരിക്കും ഒരു കറണ്ട് ഫ്ലോ ഇൻ ദ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഡിഫ്യൂഷൻ of carriers, okay, which is due to the concentration gradient. Okay, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് by the excess carriers in the sample. So option A is the right answer. Option A is the right answer. Okay. The current flow in the sample it be made up of diffusion flow or electric field apply ആണെങ്കിൽ drift വരും. Okay, diffusion flow of carriers concentration gradient കാരണം which is due to the concentration gradient. Okay, which is produced by excess carriers ആണ് concentration gradient present ചെയ്യുന്നത്. Okay, excess carriers in a sample. Okay, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ ഫോളോയിങ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി. ഓക്കെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി. ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി one resistivity of silicon increases with the temperature. Okay, so that is true. പിന്നെ mobility decreases with the temperature, that is also true. So ഇതിന്റെ ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ്. Resistivity of a silicon decreases with temperature. Okay, therefore semiconductor അതുകൊണ്ടാണ് semiconductor have negative temperature coefficient of resistance വർദ്ധിക്കുന്നത്. Okay, so resistance of silicon increases. ചോദിച്ചിട്ട് which of the following are okay ഒരു മിനിറ്റ് which of the following statements are correct? Okay, resistivity on 1 second. Okay, actually ഇവിടെ question അത് statement ഇവിടെ ശരിക്കും that is പറഞ്ഞതുപോലെ തന്നെയാണ്. that is the resistivity. Okay, നോക്കണേ, resistivity of silicon decrease ചെയ്യാണ്. Okay, decreases ആണ്, decreases with temperature. Okay, and that is the reason why semiconductors have negative temperature coefficient of resistance. So resistivity increases and decreases are option. So option 4 is the
one option, and then mobility of a temperature അറിയാവുന്ന mu എന്ന് പറയുന്നത് it varies as t raised to minus m over a temperature range of 100 to 400 degree Kelvin. So mobility, okay, so ഇത് പറയുമ്പോഴത്തേക്കും ഓപ്ഷൻ 3 and 4 അല്ലേ? So 3 അല്ല, 2 and 4. ആ ഓപ്ഷനിനകത്ത് വരുന്നില്ല. ഓക്കെ, ആ റൈറ്റ് ഓപ്ഷനകത്ത് മാച്ച് ആവില്ല ബിക്കോസ് 4 ആണ് വരുന്നത്. 4 ഇപ്പം 2, 3 and 4. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്ഷനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് യൂണിറ്റ് ഓഫ് മൊബിലിറ്റി ആണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് drift velocity Vd is equal to mu into electric field and drift velocity. So what is mobility? Mobility is equal to drift velocity Vd by, okay, that is, therefore what is the unit of mobility എന്ന് പറയുന്നത് drift velocity is meter per second divided by electric field എന്ന് പറയുന്നത് it is volt per meter ആണ്. Okay, so meter square volt inverse. Okay, so option A is the right answer. അടുത്തെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഉള്ളി സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഓപ്ഷൻ ബി is the right answer. This is the temperature. Okay, temperature increases, more electrons are donated to the conduction band. അല്ലേ? അതുകൊണ്ട് donor level ionization increase ചെയ്യും. Okay, so the donor energy level, the Beldier theory, that is, as the temperature increases, more electrons are donated to the conduction band. Okay, so therefore the donor level ionization increases. Okay, and donor energy level ED is increased. Okay, because of this donor level ionization. Because of donor level ionization. Okay, but the converse is true. The converse is not true. Okay, option B is the right answer. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ എൻ ടൈപ്പ് സെമികണ്ടക്ടർ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് 1, 2, 3 ആൻഡ് റൈറ്റ് ഓപ്ഷൻ ആണ്. EF വേരിയന്റ് ആണ് ടെമ്പറേച്ചർ അനുസരിച്ച്. സോ 4 എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, EF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വേരിയന്റ് വിത്ത്, അറിയാമല്ലോ, വിത്ത് temperature. Okay, because for an n-type semiconductor, concentration of the electron എന്ന് പറയുന്നത് n is equal to Nc into e raised to minus Ec minus EF by kT ആണ്. അത് ലോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയും ഫോർമുല ലെവൽ EF is equal to Ec plus KT ln n by Nc എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ യു ക്യാൻ സേ EF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ വേരിയന്റ് വിത്ത് ടെമ്പറേച്ചർ. So option D is the right answer. അടുത്തത് ഓക്കെ, ഇത് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, NI തന്നിട്ടുണ്ട്. ഓക്കെ, 1.45 into 10 to the power 10. ഡോണർ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 5 into 10 to the power 14. സോ ഞാൻ n ടൈപ്പ് സിലിക്കൺ സാമ്പിളിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കിയിട്ട് n എന്ന് പറയുന്നത് ഒരിടത്ത് 10 5 10 to the power 14, other is 10 to the power 10. Okay, n is greater than n. ഇൻട്രിൻസിക് ആയ കോൺസെൻട്രേഷൻ അല്ലേ തന്നിരിക്കുന്നത്. n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ND ആയിരിക്കും. z എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5 into 10 to the power 14 ആയിരിക്കും. What is P is equal to NI squared by n ആണ്. We can take n approximately equal to ND. എങ്ങനെ കിട്ടുക? 1.45 into 10 to the power 10 the whole square divided by
5 into 10 to the power 14 ആയിരിക്കും. Okay, so that is equal to 4.20 into 10 to the power 5. Okay, and since n എന്ന് പറയുന്നത് is much greater than nt, p എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും less than 4.20 into 10 to the power 5 ആയിരിക്കും കേട്ടോ. n greater than ആണ്. Okay, since n is greater than nt, p എന്ന് പറയുന്നത് എന്തായിരിക്കും less than a value ആയിരിക്കും. So option C is the right answer. Okay, option C is the right answer. Okay, since it is an n-type silicon sample, this n എന്ന് പറയുന്നത് it will be greater than nd. Okay. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടറെ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഈസ് ഡിസൈഡ് ബൈ ദ ലെവൽ ഓഫ് ദ ഡോപ്പിംഗ് ആൻഡ് ഇസ് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ്സ് ബാൻഡ് ഗ്യാപ്പ് വാല്യൂ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് ഫോൾസ് ആണ്, പക്ഷെ ആർ നോക്കിക്കേ, ആർ എന്ന് പറയുന്നത് ട്രൂ ആണ് കേട്ടോ. അപ്പോൾ എ ഈസ് ഫോൾസ് ആൻഡ് ആർ ഈസ് ട്രൂ. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറക്റ്റ് സീക്വൻസ് ഓഫ് ദ ഫോളോയിങ്. സോ ഇതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. Because when an intrinsic silicon is doped with impurities, its conductivity increases. Okay, metals have more conductivity than semiconductors. Semiconducting conductivity കൂടുതൽ metals ആണ്. Conductivity of silver എന്ന് പറയുന്നത് it is more than aluminum. Okay, it is the best non-electrical conductor. Okay. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. വാല്യൂസ് ഓർത്തിരിക്കണം കേട്ടോ, വാല്യൂസ് ഓർത്തിരിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ വാല്യൂസ് ഓർത്തിരിക്കുക. അറിയത്തില്ലെങ്കിൽ പിന്നെ കുറച്ച് വ്യത്യാസങ്ങൾ വരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. കറക്റ്റ് മനസ്സിലായില്ലേ? 1.5 അറേഞ്ച് ചോദിക്കാം, അറിയാൻ പറ്റും. ബ്ലാക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് അപ്രോക്സിമേറ്റ് മൊബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ള ആണെന്ന് ആൻസർ പറഞ്ഞിട്ടുള്ളത്. സോ ആൻസർ പറഞ്ഞ ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് വരുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ സി. Okay, option C is the right answer. Intrinsic carrier conservation Ni of a semiconductor എന്ന് പറയുന്നത് intrinsic carrier conservation is independent ആണ്. It is independent of doping ആണ്. It is independent of doping ആണ്. Okay, Ni and also Ni has a relationship with temperature as a equal into raised to minus energy at 0 Kelvin divided by VT. Okay, so we can say Ni എന്ന് പറയുന്നത് it increases non-linear. It increases linear relationship ആണോ? അല്ല, non-linearly with increasing temperature. Increase ചെയ്യുന്നത് non-linear ആയിട്ടാണ്, എക്സ്പോണൻഷ്യൽ റിലേഷൻഷിപ്പ് അല്ലേ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. It is both 2 and 3 ആണ്. ഇൻഡിപെൻഡന്റ് ഓഫ് ടോപ്പിക് ആണ് ഓർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് 1. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഡ്യൂറിംഗ് ഇലക്ട്രോൺ ട്രാൻസിഷൻ. 1, 3 and 4. Option C, during an electron transition across the energy gap in an indirect energy gap material, both momentum energy mark in particular, both momentum and energy, okay, of the electron change. So answer is option C.
Okay, അടുത്ത ക്വസ്റ്റ്യൻ again ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. again വായിച്ചു ആ ഒരു റിലേഷൻ ഏതാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് റിലേഷൻ. അറിയത്തില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇതിനകത്ത് ഓപ്ഷൻ ബി ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് again ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് again ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഈസ് രണ്ടും ട്രൂ ആണ്. എയും ആറും ട്രൂ ആണ് വായിച്ചു നോക്കിയത്. പക്ഷേ എയുടെ കറക്റ്റ് റീസൺ അല്ല. കോൺസെൻട്രേഷൻ മെഷർഡ് ബൈ ഹോൾബെക്ക് ഡസ് നോട്ട് ഹാവ് മച്ച് സിഗ്നിഫിക്കൻസ് ഇൻ ദ സെമികണ്ടക്ടർ ഹാസ് നോൺ ഹോമോജീനിയസ്ലി ഡ്രോപ്ഡ്. ട്രൂ ആണ് കേട്ടോ, ഓർത്ത് വെക്കാം. ആർ ഇസ് ഓൾസോ ട്രൂ, പക്ഷെ ആർ ഇസ് നോട്ട് ദ റീസൺ വൈ എ ഇസ് ട്രൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിലിക്കൺ ജെർമേനിയം ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഫാബ്രിക്കേഷൻ ഓഫ് ലേസർ ഡയോഡ്. ഓക്കെ, വാട്ട് ഈസ് ദ റീസൺ? they have indirect band gap. Okay, അതാണ് റീസൺ. സോ റീസൺ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തത് ചോദിച്ചിരിക്കുന്നത് മൊബിലിറ്റി വെച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. മീന മൊബിലിറ്റി ഈസ് ഈക്വൽ ടു വൺ. Mobility is equal to drift velocity by electric field, and therefore mobility is defined as drift velocity per unit electric field. Thus option D is the right answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റെസിസ്റ്റിവിറ്റി is equal to 1 by n into mu n into electronic charge. That is 1 divided by 1.6. Okay, തന്നിട്ടുണ്ട് in 1 divided by 1.6 into 10 to the power 22 into mobility തന്നിട്ടുണ്ട്. ചാർജ് 1.6 10 raised to minus 9 ചെയ്യുമ്പോഴത്തേക്ക് 10 raised to minus 4 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത എനർജി കരിയർ കോൺസെൻട്രേഷൻ ഓക്കെ ഇൻ എ സെമി കണ്ടക്ടർ ഡോക്ടർ വേഗം ചെയ്തു പോവാം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ബിക്കോസ് വി നോ എൻ പി ഇസ് ഈക്വൽ ടു എൻ ഐ സ്ക്വയർ. ഓക്കെ, സോ വാട്ട് ഈസ് പി? P is equal to NO square by N. That is 10 to the power 13 square divided by 10 to the power 70. That is 10 to the power 9 centimeter cube. So answer option D is the right answer. അടുത്തെന്ന് പറയുന്നത് again ഒരു assertion recent type question ആണ്. ഇവിടെ വായിച്ചു നോക്കിയാൽ മതി. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ഫോൾസ് ആണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നതാണ് ട്രൂ. സോ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിലിക്കൺ ഡിവൈസസ് ക്യാൻ ബി എംപ്ലോയ്ഡ് അഗൈൻ ടെമ്പറേച്ചർ ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിനകത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഈസ് 1, 2 and 3 ആർ കറക്റ്റ്. ഓക്കെ, 1, 2 and 3 ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാമ്പിൾ ഓഫ് ജെർമേനിയം ഓക്കെ ഈസ് മേഡ് അപ്പ് ഓഫ് പി ടൈപ്പ്. ഓക്കെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എൻ പി? ഈ പ്രോബ്ലം സിമ്പിൾ പ്രോബ്ലം ആണ്. ആൻസർ ഓപ്ഷൻ എ കിട്ടുക. നമുക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആൻഡ് ഹിയർ ഹൗ യു കാൽക്കുലേറ്റ് എൻ എ ഇസ് ഈക്വൽ ടു 4.4 into 10 to the power 28 divided by 2.5 into 10 to the power 8 ആണ്. That is 1.76 into 10 to the power 20 per meter cube. So electron concentration N is equal to Ni square divided by Na. That is 6.25 into 10 to the power 19 into 10 to the power 19 divided by 1.76 into 10 to the power 20. So answer is 3.55 into 10 to the power 8 per meter cube is the right answer. So option A ആണ് right answer. Okay, അടുത്ത ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ conductivity of a pure semiconductor is proportional to. Okay, the option B is the right answer. Okay, that is increases exponentially with the temperature. Okay,
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Portion of an intrinsic Fermi level of an undoped semiconductor is given by. Okay, so ഇതെങ്ങനെയാണ് ചെയ്യുക? വി നോട്ട് സീസ് അൺഡോപ്ഡ് അല്ലേ, EC പ്ലസ് പ്യൂർ സെമികണ്ടക്ടറിൻ്റെ കാര്യമാണ് പറയുന്നത്. EC പ്ലസ് EB ബൈ 2 മൈനസ് KT ബൈ 2 ln NC by ND. Okay, that is EC plus EB by 2. Okay, or this can be minus or KT by 2 ln NB by NC. Okay, NC by NB or plus തിരിച്ചു എഴുതാം നാച്ചുറൽ ഓർഡർ. അപ്പോൾ അവിടെ മൈനസ് പ്ലസ് ആകും. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. തിരിച്ച് ഓർത്തോണം, NB ബൈ NC ആണെങ്കിൽ ഇവിടെ പ്ലസ്, NC ബൈ NB ആണെങ്കിൽ അവിടെ മൈനസ് വരും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ, ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ശരി, ഞാൻ പറയാം. സിഗ്മ എ ബൈ സിഗ്മ ബി റേഷ്യോ ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മ്യൂ പി ബൈ മ്യൂ എൻ ആണ്. ആൻഡ് ദ ആൻസർ ഈസ് 1/3 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തെന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ വാല്യൂസ് ഓഫ് മൊബിലിറ്റി ഫോൾസ് ഇലക്ട്രോൺസ് ഒക്കെ തന്നിട്ടുണ്ട്. മൊബിലിറ്റി intrinsic semiconductor നോക്കാം, മൊബിലിറ്റി ആണ് തന്നിരിക്കുന്നത്. സോ ഹിയർ മ്യൂ എൻ മ്യൂ പി ഈക്വൽ ടു മ്യൂ. ഓക്കെ, so what is conductivity? Conductivity is equal to Ni into Q into 2 mu, because mu n plus mu p നമ്മൾ 2 mu ആകുമേ. So mu is equal to what is sigma I divided by 2, this is Ni, 2 into Q into Ni, that is 2.32 divided by 2 into 1.6 into 10 to the power minus 19 into 2.5 into 10 to the power 19 വരും. And the answer is 0.29 meter square per volt second. Okay, that is mu is equal to mu n or mu p. So answer is option A is the right answer. Okay, actually option 0.29 0.29 approximately to 0.3 ഉണ്ട്. 0.29 ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജർമേനിയൻ ടൈപ്പ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും ആൻസർ വേഗം ഡിസ്കസ് ചെയ്യാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. പി ടൈപ്പ് കോമ്പൻസേറ്റഡ് സെമി കണ്ടക്ടർ ആണ്. സോ പി ടൈപ്പ് കോമ്പൻസേറ്റഡ് സെമി കണ്ടക്ടർ മൈനോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ ഇസ് ഗിവൺ ബൈ Ni സ്ക്വയർഡ് ബൈ Na മൈനസ് Nd. ഓക്കെ, ദാറ്റ് ഈസ് 1.5 into 10 to the power 30 the whole raised to 2 divided by 3 into 10 to the power 16 minus 2.5 into 10 to the power 15. That is equal to 1.5 into 10 to the power 13 the whole square divided by 2.75 into 10 to the power 16. So answer is 0.8181 into 10 to the power 10. Okay, so answer it is option B is the right answer. Okay, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിനകത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ബിക്കോസ് കണ്ടക്ടിവിറ്റി ഇസ് ഈക്വൽ ടു ആക്ച്വലി എന്താണ് മെജോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ ഇൻറ്റു magnitude, okay, into magnitude of charge into mobility. Okay, so majority carrier concentration എന്ന് പറയുന്നത് majority carrier concentration is directly proportional to doping concentration ആണ്. So answer is option A ആണ്. Okay, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ statement is correct. Option B ആണ് ഇവിടെ right answer. Option B is the right answer. Okay, band gap of insulator ആണ്. It is greater than band gap of semiconductor, greater than band gap of conductor. Okay, ഏറ്റവും കൂടുതലുള്ളത് ഇൻസുലേറ്റർ, ഏറ്റവും കുറവുള്ളത് കണ്ടക്ടർ ആണ്. താങ്ക് യു.